ओम शांति। सभी एक सेकेंड में संकल्पों को स्टॉप कर सकते हो। ഓം ശാന്തി. എല്ലാവർക്കും ഒരു സെക്കൻഡിൽ സങ്കല്പം കൊണ്ട് പറന്നു വരാൻ സാധിക്കുമോ? बाबा कहते हैं आप बच्चों के संकल्प में बहुत बड़ी शक्ति है। ബാബ പറയാണ്, നിങ്ങളുടെ മക്കളുടെ സങ്കല്പത്തിന് വളരെ വലിയ ശക്തിയുണ്ട്. सर्व सिद्धियां संकल्प से प्राप्त हो सकती हैं। സർവശക്തികളും സങ്കല്പത്തിലൂടെ നേടാൻ സാധിക്കും. जब ब्रह्मा बाबा ने संकल्प से नई सृष्टि रची, ബ്രഹ്മബാബ സങ്കല്പത്തിലൂടെ പുതിയ സൃഷ്ടി രചിച്ചു. तो हम बच्चे भी अपने संकल्पों की शक्ति को पहचानते हैं। അപ്പം നമ്മുടെ മക്കള് സ്വന്തം സങ്കല്പത്തിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നുണ്ടോ? ब्राह्मण आत्माओं के एकाग्र संकल्प असंभव को भी संभव कर सकते हैं। ബ്രാഹ്മണന്മാരുടെ ഏകാഗ്രമായ സങ്കല്പത്തിന് അസംഭവ്യമായതിനെ സംഭവ്യമാക്കാൻ സാധിക്കും. इसलिए आप सभी योग तपस्या कर रहे हो कि मनोबल को बढ़ाया जाए। അതുകൊണ്ട് നിങ്ങളെല്ലാം ഈ യോഗ പട്ടിയിലിരിക്കുന്നത് മനോബലത്തിനെ എങ്ങനെ വർദ്ധിപ്പിക്കണം എന്നാണ്, അതിനു വേണ്ടിയിട്ടാണ്. हमारे बड़ों ने, खास करके हमने अपनी दादियों को देखा है, संकल्प शक्ति से इतनी बड़ी विश्व सेवा को विस्तार दिया। നമ്മുടെ വലിയവര്, ഞാൻ ദാദിമാരെ കണ്ടിട്ടുണ്ട്, സങ്കല്പശക്തിയിലൂടെയാണ് വിശ്വസേവനെ ഇത്രയും അധികം വിശാലമാക്കിയത്. कभी भी ये नहीं सोचा है कैसे होगा। ഒരിക്കലും ഇതെങ്ങനെ നടക്കുമെന്നവർ ചിന്തിച്ചേയില്ല. दादी जानकी जी का मिसाल अगर आप सामने रखो, उसको कहते थे ये वर्ल्ड की सबसे स्टेबल माइंड लेडी है। ജാനകി ദാദീനെ മുന്നിൽ വെച്ച് നോക്കിയേ, ലോകത്തിലെ ഏറ്റവും ശക്തിശാലിയായ മനസ്സുള്ളവൾ എന്ന ദാദിക്ക് പേരുണ്ടായിരുന്നു. और उस एक आत्मा ने अपनी संकल्प शक्ति से पूरे विश्व की सेवा किया। ആ ഒരു ആത്മ സ്വന്തം സങ്കല്പശക്തി കൊണ്ട് മുഴുവൻ വിശ്വത്തിൻ്റെ സേവ ചെയ്തു. कभी ये वर्णन नहीं किया ये मेरे संकल्प से हो रहा है। നമുക്ക് തോന്നുന്നുണ്ടാവും നമ്മുടെ സങ്കല്പത്തിലൂടെ എങ്ങനെ നടക്കും. लेकिन वो जो संकल्प कर लेती थी हो जाता था। जो संकल्प किया वो हो गया। എന്ത് സങ്കല്പിക്കുന്നു അത് സംഭവിച്ചു. मैं विदेश में जब पहली बार गया 2007 में लंदन, तो संकल्प शक्ति दादी की क्या है वो मैंने वहाँ पर नोट किया। വിദേശത്തിൽ ദാദി സേവനത്തിന് വേണ്ടി പോയ സമയത്ത് സങ്കല്പശക്തി എന്താണ് എന്ന് അനുഭവം ചെയ്തു. संकल्प शक्ति और भावना दोनों को मिक्स किया। भावनाएं बहुत ज़्यादा बाबा के प्रति, यज्ञ के प्रति अटूट भावना, और अपने में विश्वास कि जो संकल्प करेंगे बाबा सिद्ध कर देगा। സങ്കല്പശക്തിയും ഭാവനയും രണ്ടും പരസ്പര ബന്ധമുള്ളതാണ്. സങ്കല്പശക്തി ഉറച്ചതായിരുന്നു. മനസ്സിലെ ഭാവന യജ്ഞത്തെക്കുറിച്ച്, ബാബയെക്കുറിച്ച് വളരെ നല്ലതായിരുന്നു. വിശ്വാസം അവനിൽ പൂർണ്ണമായിട്ടുണ്ടായിരുന്നു. ഞാൻ എന്ത് ചിന്തിക്കുന്നു അത് ബാബ നടത്തിത്തരും. जब 1974 में दादी जानकी जी को कहा गया कि आप विदेश जाओ, तो दादी जी ने कहा बाबा मैं विदेश में जाके क्या करूँगी, मुझे तो इंग्लिश नहीं आती। ദാദിയുടെ അടുത്ത് 1974 വിദേശത്തിൽ പോകാൻ പറഞ്ഞപ്പോൾ ദാദി ബാബയോട് ചോദിച്ചു, ബാബ ഞാൻ വിദേശത്ത് പോയിട്ട് എന്ത് ചെയ്യാനാണ്, എനിക്ക് ഇംഗ്ലീഷ് അറിയില്ലല്ലോ എന്ന് പറഞ്ഞു. तो बाबा ने एक ही शब्द में उत्तर दिया, बच्ची तुम
विदेश में जाके मिनी मधुबन बना के दिखाना। विदेश में जाके मिनी मधुबन, मिनी मधुबन। ദാദിയുടെ അടുത്ത് പറഞ്ഞു വിദേശത്തിൽ പോയിട്ട് മിനി മധുബൻ ഉണ്ടാക്കാൻ ബാബ പറഞ്ഞു എന്നാണ്. और इसी संकल्प को लेकर के वो विदेश में गई कि मधुबन का मॉडल हमें वहाँ बनाना है. ആ ഒരു സങ്കല്പം കൊണ്ടാണ് ദാദി വിദേശത്ത് പോയത്. മധുവനത്തിൻ്റെ മോഡൽ എനിക്ക് അവിടെ ഉണ്ടാക്കണം. जब गई तो वहाँ पर जयंती बहन और दादी दो ही थे और एक छोटा सा घर जिसका नाम था टेनिसन रोड, और उस टेनिसन रोड में एक ही कमरा जिसमें दोनों बहनें रहना शुरू किया. न तो गद्दी, न संदल, न कोई कुर्सी. वो स्थान मुझे दिखाया. പോയ സമയത്ത് ആകെ ജയന്തി ബേനും ദാദിയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഒരു ചെറിയ വീടാണ് എടുത്തത്. അതിൻ്റെ പേര് ടെന്നിസൺ റോഡ്. അവിടെയായിരുന്നു ഉണ്ടായിരുന്നത്. ഒരു ചെറിയ വീടാണ്. കസേരയില്ല, ഗദ്ദിയില്ല, ഒന്നുമില്ലാത്തൊരു ചെറിയ വീട്. അതായിരുന്നു ദാദി സേവയ്ക്ക് വേണ്ടി എടുത്തത്. दादी की तबीयत बहुत नाजुक थी. वो जमीन पर सो नहीं सकती थी क्योंकि जमीन पे सोने के लिए शरीर ठीक चाहिए, उसको संदल चाहिए. ആ സമയത്താണെങ്കിൽ ദാദിയുടെ ആരോഗ്യം വളരെ മോശമായിരുന്നു. ദാദിക്ക് നിലത്ത് ഉറങ്ങാൻ പറ്റില്ലായിരുന്നു. നിലത്തുറങ്ങണമെങ്കിൽ നല്ല ആരോഗ്യം ഉണ്ടാവണമല്ലോ. सारा दिन जयंती बहन इधर उधर सेवा करती थी. इंग्लिश आती थी और दादी उनको भोजन बना के खिलाती थी. മുഴുവൻ ദിവസവും ജയന്തി ദീദി എല്ലായിടത്തും പോയി സേവ ചെയ്യുമായിരുന്നു. ദീദിക്ക് ഇംഗ്ലീഷ് അറിയാലോ. ദാദി അവർക്ക് ആഹാരം ഉണ്ടാക്കി കഴിപ്പിച്ചിരുന്നു. कुछ दिन में एक बहन निकली. जयंती बहन ने कोर्स कराया और दादी जानकी जी ने उनकी पालना किया. डेनिस बहन. ആ സമയത്ത് ജയന്തി ബഹൻ സേവ ചെയ്തു. ജാനകി ദാദി ദാദിക്ക് പാലന കൊടുത്തു. ഡെന്നീസ് ബഹൻ ആ സമയത്താണ് ജ്ഞാനത്തിൽ വന്നത് എന്ന്. दादी जी सवेरे सवेरे रोज चक्कर लगाती थी, पैदल करती थी. तो एक घर वाले भाई ने कोई भी सामान अगर बाहर निकालना होता था तो एक दरवाज़ा अपने घर के आगे निकाल के रखा था. तो दादी चक्कर लगा रही थी तो उस भाई से पूछा कि भाई तुमने दरवाज़ा बाहर क्यों रखा है. तो उसने कहा दादी हमने नया दरवाज़ा लगवाया है, इसलिए पुराना अभी म्यूनिसिपालिटी वाले आएंगे उठा के ले जाएंगे, वो हमारे काम का नहीं है. तो दादी ने बड़े प्यार से कहा भैया ये मैं ले जाऊं. दादी भले ले जाओ. तो हमने निकाल दिया घर से. तो दादी वो संदल, वो दरवाज़ा उठवा के लाई और नीचे अटैची पेटी रख करके उसको संदल बनाया. रात को उस पर सोती थी और सवेरे उस पर बैठ करके मुरली सुनाती थी, क्लास कराती थी. ये त्याग. ഓം ശാന്തി. ദാദി വാക്കിങ്ങിന് പോകുമ്പോൾ അവിടെ നാട്ടിലൊക്കെ വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനം പുറത്ത് വെച്ചാൽ മുനിസിപ്പാലിറ്റി വന്ന് എടുത്തുകൊണ്ട് അത്രേ. അപ്പോൾ ഒരു വീട്ടിലൊരു ബായി അവർ പുതിയ ഡോറ് വെച്ചപ്പോൾ അവരുടെ കട്ടിലും ഡോറും സഹിതം പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോറ് പുറത്ത് ദാദി ചോദിച്ചു എന്താണ് നിങ്ങൾ ഈ ഡോർ എടുത്ത് പുറത്ത് വെച്ചിരിക്കുന്നത് ആ ബായിയോട്. അപ്പോൾ ആ ബായി പറഞ്ഞു ഞാൻ പുതിയ ഡോറ് വെച്ചു, എനിക്കിത് ആവശ്യമില്ല, മുനിസിപ്പാലിറ്റി വന്ന് എടുത്തു കൊണ്ടുപോകും. അപ്പോൾ സ്നേഹത്തോടെ ദാദി ചോദിച്ചു അത്രേ ഇത് എടുത്തോട്ടെ ഞാൻ എന്ന്. അപ്പോൾ ദാദി പറഞ്ഞു യെസ് എടുത്തോ. ദാദിയോട് പറഞ്ഞു എടുത്തോളാൻ. ദാദി അതിനെ കൊണ്ടുവന്ന് താഴെ സൂട്ട് കേസുകളൊക്കെ വെച്ച് മേലാ ഡോറ് വെച്ച് കിടന്ന് ഉറങ്ങാൻ രാത്രി കട്ടിലായിട്ട് ഉപയോഗിച്ചു. പകൽ അതും ഇരുന്ന് ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെയായിരുന്നു ദാദി അനുഭവിച്ചത്. और वहाँ बैठ करके योग करने लगी. आत्माओं का आवाहन किया आओ बाबा के घर में. അവിടെ ഇരുന്ന് യോഗ ചെയ്യാൻ തുടങ്ങി. ആത്മാക്കൾ ആഹ്വാനം ചെയ്തു വരൂ ബാബയുടെ വീട്ടിലേക്ക്. और बसों में जा जा करके जहाँ से निमंत्रण मिलता, क्योंकि सिंधी परिवार रहते थे और बाबा दादी जानकी पूना में सिंधियों की बहुत सेवा की थी. तो सिंधी परिवारों की तरफ से निमंत्रण मिलता था तो दादी वहाँ भाषण करती थी. അതുപോലെ അവിടെ കുറേ സിന്ധികൾ ഉണ്ടായിരുന്നു. അപ്പോൾ സിന്ധി കുടുംബങ്ങൾ ദാദീനെ ക്ഷണിക്കുമായിരുന്നു. അപ്പോൾ ആ കുടുംബങ്ങളിൽ പോയിട്ട് ദാദി ക്ലാസ് എടുക്കുമായിരുന്നു. അങ്ങനെ സേവനം ചെയ്തു. लेकिन उनका एक संकल्प था
कि भंडारी में अगर जो भी आएगा, पहला आधा हिस्सा यज्ञ का, मधुबन का, और आधे में मैं अपना खर्चा चलाऊंगी. ദാദിയുടെ സങ്കല്പം എങ്ങനെയായിരുന്നു? ബാബയുടെ യജ്ഞത്തിൽ എന്ത് വന്നാലും അതിൻ്റെ 50% മധുബനത്തിന് 50 കൊണ്ട് തൻ്റെ ചെലവ് നടത്തും. तो दादी सुनाती थी कि पहले सेवाएं जब शुरू की तो भंडारी के अंदर 80 पाउंड आया, 80 पाउंड, और दादी ने 40 पाउंड मधुबन भेज दिया. सोचा नहीं कि आगे किराया देना है, ट्राम का खर्चा है, बस का खर्चा नहीं, बाबा के घर में जाना चाहिए. ദാദിക്ക് ആദ്യമായിട്ട് യജ്ഞത്തിൽ 80 പൗണ്ടാണ് വന്നത്. അപ്പോൾ ദാദി ഒന്നും ചിന്തിച്ചില്ല, അതിനെ മധുബനിലേക്ക് അയച്ചു. അതിൻ്റെ പകുതി കാരണം ബസ് ചാർജ് വേണം, ആഹാരം വാങ്ങണം, ഒന്നും ചിന്തിച്ചില്ല. നേരെ പകുതി മധുബനിലേക്ക് അയച്ചു. और उसके बाद दीदी मनमोहिनी दीदी मधुबन और दादी जानकी का बहुत फ्रेंडशिप थी, बहुत फ्रेंडशिप थी. ദീദി മൻമോഹിനി മധുബനത്തിലും ദാദി ജാനകിയും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. तो दीदी ने मधुबन से, आबू से एक बहन भेजी. शायद आप जानते हो, मधुबन में अशोक गाबा रहता है, अशोक भाई रहते हैं जो सिक्योरिटी विंग को देखते हैं. अभी थोड़ा तबीयत ठीक नहीं रहती. उनकी युगल थी ब्रजरानी. ब्रजरानी तुम जाओ दादी जानकी को भोजन बना के खिलाना. अब वहाँ से सेवाओं का विस्तार शुरू हुआ. ഗാബാബായിനെ എല്ലാവരും അറിയാലോ, അശോക ഗാബാബായി സെക്യൂരിറ്റി വിങ്ങിൻ്റെ. അദ്ദേഹത്തിൻ്റെ പത്നീനെ ദീദി മൻമോഹിനി എന്താണ് ജാനി ദാദിയുടെ അടുത്തേക്ക് അയച്ചു. എന്നിട്ട് പറഞ്ഞു, നീ പോ, ചെന്നിട്ട് ദാദിക്ക് വേണ്ട ആഹാരം ഉണ്ടാക്കി കഴിപ്പിക്കാൻ. അങ്ങനെയാണ് ആദ്യമായിട്ട് യജ്ഞം അവിടെ വിസ്താരാവാൻ തുടങ്ങിയത്. 2007 में मैं गया हूँ. ग्लोबल हाउस, डायमंड हाउस, हर गली में, हर एरिया में लंदन के अंदर सेवा केंद्र, और ऑक्सफोर्ड के अंदर 60 एकड़ में बाबा का रिट्रीट सेंटर. इतना विस्तार. हिंदी क्लास पूरे यूके का इकट्ठा किया था, तो 700 भाई हिंदी वाले क्लास में, 700 विदेश के अंदर. और विदेशी जो डबल विदेशी हैं वो अलग, वो भी करीब 200-250. आप समझ सकते हो कि दादी की वो तपस्या, वो संकल्प. विदेश के हर गली में सेंटर, जिधर जाओ. मैं गया, 15 दिन रहा वहाँ. सवेरे लंदन के मेन क्लास में क्लास, और शाम को हर एक के घर में पाठशाला. जितने स्टूडेंट, दादी कहे सवेरे आओ, राजू को ले जाओ, उस एरिया को दिखाना, वहाँ की जो साइड सीन है वो दिखाना, और शाम को क्लास करवाना, और क्लास करा करके भोजन करा के फिर रात को यहीं छोड़ के जाना. तो मैं उसकी गाड़ी में जब जाता तो उनका एक मंत्र, बाबा की गाड़ी में बैठो, बाबा की शॉप पर चलो, बाबा के घर में चलो. तो मैं सोचता था ये कोई सेंटर होगा, बाबा का घर होगा, बाबा की गाड़ी माना सेंटर की गाड़ी होगी. उसकी अपनी व्यक्तिगत गाड़ी है, लेकिन दादी ने उसको इतना पक्का करा दिया, एक एक को, हर एक स्टूडेंट को मेरा ख़त्म कर दिया. ये बाबा की गाड़ी, ये बाबा की दुकान, ये बाबा का घर, ये बाबा का परिवार. देख करके ऐसा लगता था सारे बाबा में हो गए सब. 2007 ബൈസപ്പ് പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഡയമണ്ട് ഹൗസ്, പിന്നെ വേറെ ഹൗസിൻ്റെ പേര് പറഞ്ഞില്ല, രണ്ട് വലിയ ഗ്ലോബൽ ഹൗസ്, ഗ്ലോബൽ ഹൗസ്, ഡയമണ്ട് ഹൗസ്, അങ്ങനെ ഓരോരോ സ്ട്രീറ്റിലും അവിടെ ബാബയുടെ വീടാക്കി ഉയർന്നു. പിന്നെ 60 ഏക്കറിൽ വലിയൊരു റിട്രീറ്റ് സെൻറ്റർ ഉണ്ടാക്കിയിട്ടുണ്ട്. അവിടെ 700-ലധികം സിന്ധികൾ മാത്രം, സിന്ധിയായിട്ടുള്ള ആളുകൾ, ഭാരതത്തിൽ നിന്ന് പോയിട്ടുള്ളവർ, ബിസിനസ് ചെയ്യുന്നവർ, ബാബയുടെ കുട്ടികൾ, പിന്നെ ഒരുപാട് വിദേശികൾ വേറെ. അവിടുത്തെ ഒരു വിശേഷത എന്താണെന്ന് വെച്ചാൽ, ഓരോ ബ്രാഹ്മണ കുട്ടികളും രാവിലെ വരും, ക്ലാസ് അറ്റൻഡ് ചെയ്യും, വൈകുന്നേരം അവരവരുടെ വീടുകളിൽ ഗീതാ പാഠശാലയാവും. അങ്ങനെ ഒരു പ്രാവശ്യം ബൈസപ്പ് നേരെ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ടൂറിന്, ബാബയുടെ വിദേശ സേവയ്ക്ക് വേണ്ടി 15 ദിവസത്തിന് വിദേശത്തേക്ക് പോയി. രാവിലെ ലണ്ടനിലെ മെയിൻ സെൻറ്ററിൽ ഫുൾ ക്ലാസ്, വൈകുന്നേരം ഓരോ സ്ഥലത്തും ബാബ പറയും, കൊണ്ടുപോ രാജുവിനെ, അവിടെ കൊണ്ടുപോയി ചുറ്റുപാട് കാണിച്ചു കൊടുക്കുക, അവിടെ ക്ലാസ് എടുക്കുക എന്ന് പറയും. അപ്പോൾ അവർ പറയും ബാബയുടെ വീട്ടിൽ പോവാം, ബാബയുടെ വണ്ടിയിൽ പോവാം, ബാബയുടെ ഇത്രയ്ക്കധികം ബാബയുടെ ആണോ എന്ന് അദ്ദേഹം അത്ഭുതപ്പെട്ടു പോയി. കാരണം ഓരോ ബ്രാഹ്മണ കുട്ടിയും പറയാം അത് ബാബയുടെ വീടാണ് എന്നാണ്, അവരുടെ എന്ന് പറയാറില്ല, അത് ബാബയുടെ വീടാണ്. അവരുടെ കാറിനെ പറയും ബാബയുടെ കാറാണ്.
അങ്ങനെ എല്ലാവരുടെയും ബാബഡേ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഉപയോഗിക്കുക. അപ്പോൾ അവരെ കൊണ്ടുപോകും, രാവിലെ പോവും, മെയിൻ സെൻട്രൽ ക്ലാസ് കഴിഞ്ഞാൽ ഗീതാ പാഠശാലകളിൽ പോവും, അവിടെ പോയി ക്ലാസ്സൊക്കെ എടുത്തിട്ട് വൈകുന്നേരം തിരിച്ചു വരും. അങ്ങനെ ദാദിയുടെ തപസ്സിലൂടെ അവിടുത്തെ ഓരോ സ്ട്രീറ്റിലും ബാബഡേ സെൻറ്ററുകൾ തുറന്നു. जब पहले सेवाएं शुरू हुई 71 में, तो सबके अंदर एक प्रश्न था कि वो सवेरे उठते नहीं हैं, वो तो शराब के बिना, मांसाहार के बिना रह नहीं सकते हैं, वहाँ ठंडी बहुत पड़ती है, वहाँ ये होता है, वहाँ ये होता है, हमारा भारत का ज्ञान है, वो कैसे समझेंगे देवी देवताओं के बारे में। तो बाबा ने एक ही पक्का किया पाठ कि जहाँ ब्राह्मणों के पांव पड़ेंगे वहाँ जरूर कोई न कोई सेवा है, इसलिए कोई नेगेटिव संकल्प करके नहीं जाना। संकल्प करो कि जहाँ मैं जाऊंगी वहाँ अनेक ब्राह्मण आएंगे, लाइन लगेगी। तो दादी ने वो पक्का किया बाबा की बात, संकल्प से आह्वान किया बच्चों का, और इतने सेंटर खोले, संकल्प किया सागर के किनारे हमारा एक सेंटर होना चाहिए, हमारा यहाँ सेंटर होना चाहिए। लेस्टर, मानचेस्टर, बर्मिंघम, इतने बड़े बड़े आलिशान सेंटर पूरे यूके के अंदर, बाबा बाबा बाबा, इतने बड़े बड़े भवन, एक दादी के शुद्ध संकल्प से सारी रचना हुई. 1971 ആദ്യമായി വിദേശ സേവയ്ക്ക് പോകുമ്പോൾ ഒരേ സങ്കല്പമായിരുന്നു അത്ര എല്ലാവർക്കും. ടെൻഷൻ. അവിടുത്തെ ആളുകൾക്കൊന്നും രാവിലെ എഴുന്നേറ്റ് ശീലമില്ല, ഭയങ്കര തണുപ്പാണ്, മാംസാഹാരം ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല. അവിടെ എങ്ങനെയാണ് സേവനം നടക്കുക? പക്ഷെ ദാദിയുടെ ഒരേ സങ്കല്പമായിരുന്നു, നമ്മുടെ ബ്രാഹ്മണരുടെ പാദം എവിടെ പതിക്കുന്നുണ്ടോ, ബ്രാഹ്മണരുടെ സങ്കല്പം എവിടെയുണ്ടോ, തീർച്ചയായിട്ടും അവിടെ ബാബയുടെ സേവനം നടക്കും. എത്രയോ ബ്രാഹ്മണ കുട്ടികൾ നിരനിരയായി ബാബ എടുത്ത് വരും. അവിടെ എത്രയോ ബ്രാഹ്മണർ ജനിച്ചു. ദാദിയുടെ ഏക സങ്കല്പം, ബാബയുടെ സങ്കല്പം എന്താണോ അത് ദാദിയും ഉള്ളിൽ നിറച്ചു. അതേ സങ്കല്പത്തോടെ ദാദിയും സേവനത്തിന് പോയി. അവിടെ മാഞ്ചസ്റ്ററിൽ, പിന്നെ കുറേ സ്ഥലങ്ങളൊക്കെ പറഞ്ഞില്ലേ, നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അവിടെയൊക്കെ വലിയ വലിയ ബാബയുടെ വീടുകളാണ്, വലിയ വലിയ ഭവനങ്ങളാണ്. അത്രയ്ക്കധികം ദാദി സങ്കല്പത്തിലൂടെ ബ്രാഹ്മണർക്ക് ജന്മം കൊടുത്ത് സേവനത്തിന് അത്രയ്ക്കധികം വലുതാക്കി കാണിച്ച ആളാണ് ദാദി. और दादी ने सचमुच लंदन का जो मेन सेंटर है ना, उसको मधुबन बनाया हुआ है. मधुबन जैसा भंडारा चलता है. अमृत वेले 4 बजे लोग उठ करके से घरों से अपनी गाड़ी लेके, ठंडी हो, गर्मी हो, बरसात हो, अमृत वेले आकर के योग कर रहे हैं सब. सुबह 4 बजे दादी खुद योग करा रही है. അവിടെ ലണ്ടനിലെ മെയിൻ സ്ഥലം ഉണ്ടല്ലോ, അവിടെ മധുബൻ തന്നെ ആക്കിയിട്ടുണ്ട്. പുലർച്ചെ 4 മണിക്കാണ് അവിടെ അമൃതവേള. ആ സമയത്ത് വിദ്യാർത്ഥികൾ വീട്ടിൽ നിന്ന് തണുപ്പാണെങ്കിലും മഴയാണെങ്കിലും ചൂടാണെങ്കിലും വണ്ടി ഓടിച്ചു വന്ന് ദാദിയുടെ കൂടെ ലണ്ടനിലെ മെയിൻ സ്ഥലത്ത് മധുബൻ പോലെ ഇരുന്ന് യോഗ ചെയ്യും. ദാദി സ്വയം വന്ന് അവിടെ യോഗ ചെയ്യിപ്പിക്കും. भंडारा खुला हुआ है, कोई के लिए ताला चाबी नहीं, बन रहा है, खा रहे हैं, नाश्ता चल रहा है. कोई को ये नहीं कहा जाता है तुम क्लास किया है चले जाओ, नहीं, ड्यूटी पर भले जाना, नाश्ता करके जाओ, भूखा कोई नहीं जाएगा. चल रहा है, मधुबन जैसा भंडारा चल रहा है. അവിടെ ഒരിക്കലും ഫുഡുണ്ടാക്കലൊന്നും ഇല്ലാത്തവരെ ഭണ്ഡാരമൊക്കെ തുറന്നിരിക്കുകയാണ് ചെയ്യുക. ക്ലാസ് കഴിഞ്ഞ് അങ്ങനെ വീട്ടിൽ പോകാമെന്നല്ല, വന്നുകൊണ്ട് ഡ്യൂട്ടിക്ക് പോകുന്നവരുണ്ട്, വരൂ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ, ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുപോകൂ. അങ്ങനെയൊക്കെ എല്ലാവർക്കും വളരെ തുറന്ന രീതിയിലാണ് ദാദിയുടെ സേവനം. परिवार की जो एक फीलिंग जो विदेशी लोग मिस करते हैं, दादी के पालना से उन्हों को परिवार मिल गया, वो परिवार में जुट गए और कितनी सेवाएं तन मन धन सहित सेवा में लगे हुए हैं. പരിവാരം എന്താണോ മിസ്സായത് അത് ദാദിയിൽ നിന്ന് കിട്ടുമായിരുന്നു. ആ പരിവാരത്തിൻ്റെ ഫീലിംഗ്, അതുകൊണ്ട് തന്നെ ആ ഫീലിംഗ് വരുമ്പോൾ ശരീരം, മനസ്സ്, ധനം എല്ലാം സമർപ്പിച്ചുകൊണ്ട് അവിടെയുള്ള കുട്ടികൾ സേവനത്തിന് സമർപ്പണമായി. फिर मेरे को कहा तुम जाओ अमेरिका घूम के आओ. अमेरिका में गया तो वहाँ पर 300 एकड़ में पीस विलेज, 300 एकड़. मैंने कहा भाई मेरे को चक्कर तो लगवाओ, दिखाओ तो कहाँ तक हमारी ज़मीन है. പിന്നെ പറഞ്ഞു ഇത്ര അമേരിക്ക പോയി നീ കണ്ടിട്ട് വാന്ന് ബായി സാഹിബിനോട് ദാദി പറഞ്ഞു. അവിടെ എങ്ങനെയാ 300 ഏക്കറിലാണ് പീസ് വില്ലേജ് ഉള്ളത്, ഒന്ന് എനിക്ക് കാണിച്ചു തരുമോ എന്ന് പറഞ്ഞു. 300 ഏക്കർ നടക്കാൻ പറ്റില്ലല്ലോ, അതിനെ ചുറ്റിക്കറങ്ങി കാണിച്ചു കൊടുത്തു ബായി സാഹിബ്. जहाँ बड़े बड़े बाबा के घर थे सब जगह दादी कहती जाओ चक्कर लगा के आओ, देखो. सब जगह घुमाया, सब जगह दिखाया, सेवा कराई. 15-20 दिन मैं अमेरिका में रहा.
എവിടെയൊക്കെ ബാബയുടെ വലിയ വലിയ സെൻറ്ററുകളുണ്ടോ അവിടേക്കൊക്കെ ദാദി പറഞ്ഞു ഒത്തിരി എന്നെ കൊണ്ടുപോകൂ, എല്ലാം കാണിച്ചു കൊടുത്തു, എല്ലാം ചുറ്റിക്കറങ്ങിയിട്ട് വാ. അങ്ങനെ എല്ലായിടത്തും പോയി ചുറ്റിക്കറങ്ങി കണ്ടിട്ടാണ് വന്നത്. तो दादी जी के वो संकल्प में सिद्धि थी, सफलता थी. जो संकल्प कर दे, जहाँ पाँव रख दे, वहाँ सेंटर खुल जाए. ദാദിയുടെ സങ്കല്പത്തിൽ അത്ര ശക്തി ഉണ്ടായിരുന്നു, സിദ്ധി ഉണ്ടായിരുന്നു. എന്ത് ദാദി സങ്കല്പിക്കുന്നു, എവിടെ ദാദി കാലു വയ്ക്കുന്നു, അവിടെ സേവനം നടക്കുമായിരുന്നു. और योग की शक्ति ऐसी थी कोई सोच नहीं सकता था. दादी की तबीयत तो थोड़ी नीचे ऊपर रही, लेकिन कभी कभी क्या करती थी, मधुबन में जब रहती थी, कोई भी विघन हो, कोई भी बात हो, रात को शाम को 6 बजे अपना दरवाज़ा बंद करो, बाहर से लॉक करो, अकेले में बैठना, पूरी रात योग करना, न खाना खाना न नींद करना, योग करके और वो विघन हटा दिया. योग का बल कैसे मैं बताता हूँ, ये सिर्फ आपको ऐसे नहीं सुना रहा हूँ. एक बार യോഗയുടെ ശക്തി ദാദിയെ ഏറ്റവും അധികം ഉപയോഗിച്ചിരുന്ന ആളായിരുന്നു. ദാദിയുടെ ആരോഗ്യമാണെങ്കിൽ കുറച്ച് മൂപ്പർ താഴെയും കീഴ്മേലും ആവുമായിരുന്നു. പക്ഷെ എന്ത് പ്രോബ്ലം വന്നാലും ദാദി അത് യോഗ ചെയ്തതില്ലാതാക്കുമായിരുന്നു. എത്ര വലിയ പ്രോബ്ലം വരികയാണെങ്കിൽ ദാദി സന്ധ്യയ്ക്ക് 6 മണി ഗേറ്റ് വാതിലടയ്ക്കാൻ പറയും. പിന്നെ ഉറക്കമില്ല, ഊണില്ല, ഒന്നുമില്ല, ഇരുന്ന് തപസ് മാത്രം. ആ തപസ്സിൻ്റെ ശക്തിയിലൂടെ വന്ന പ്രോബ്ലം എന്താണോ അതങ്ങനെ തന്നെ ഇല്ലാതാകും. ഞാൻ വെറുതെ പറയല്ല, എൻ്റെ അനുഭവത്തിലാണ് പറയുന്നത്. एक बार भारत के वाइस प्रेसिडेंट उस समय वेंकट रमन जी थे, प्रेसिडेंट बने. वेंकट रमन जी वाइस प्रेसिडेंट थे और उनका प्रोग्राम बहनों ने बनाया कि वो मधुबन चलें. तो तैयार हो गए, लेकिन हमारी सरकार हर एक विरोध, कोई भी फेवर नहीं था, न सिरोही में न जयपुर में. और जब तक इनको बड़ों को क्लियर नहीं गवर्नमेंट देती तब तक वो नहीं आते. कोई छुट्टी नहीं दे, ये नहीं कहे नई नई संस्था में ये है, ये कई नेगेटिव बातें जाती रहती हैं. दादी ने बंद करवा दिया कमरा, बैठ गई जाके और बैठ गई, पूरी रात योग किया और फिर उसका प्रोग्राम बना. तो जब प्रोग्राम उसका फाइनल हो गया तो गवर्नमेंट ने उनका प्रोग्राम ऐसे सोचा, बना के उनको भेजा कि वो आएंगे, पोलो ग्राउंड में उतरेंगे हेलीकॉप्टर से और वहाँ से सर्किट हाउस जाएंगे, वहाँ तैयार होंगे, फ्रेश होंगे और उसके बाद दिलवाड़ा जाएंगे. दिलवाड़ा के बाद केवल 2 घंटे का प्रोग्राम था, केवल 15 मिनट के लिए ब्रह्मा कुमारी में जाएंगे. वो गवर्नमेंट ने लिखत में प्रोग्राम ऐसा बना करके सर्कुलेट कर दिया. और दादी तो योग कर रही थी कि कैसे ऐसा होगा, हमारे निमंत्रण पर आ रहा है. जब उसका हेलीकॉप्टर उतरता है पोलो ग्राउंड में, तो एक तरफ हमारे सफ़ेद वाले कपड़े वाले खड़े थे, बहनें खड़ी थी, भाई खड़े रिसीव करने, और एक तरफ घर सरकार के अधिकारी खड़े थे. वो हेलीकॉप्टर से उतरता है और सीधा बहनों के बीच में आता है, कहता है कहाँ चलना है, आप गाड़ी आगे करो. और सीधा पांडव भवन आ गया. पांडव भवन में आया, दीदी का कमरा तैयार था. दीदी शरीर छोड़ चुकी थी उस समय. दीदी के कमरे में गया, फ्रेश हुआ, नाश्ता किया. मेडिटेशन हॉल में प्रोग्राम चला, बहुत अच्छी तरह से 2 घंटा रहा. सबको प्रोग्राम सेट किया और सीधा ही पांडव भवन से निकल करके हेलीपैड पर गया, उड़ गया. ദാദിയുടെ സങ്കല്പശക്തി കൊണ്ട് നടന്ന സേവനത്തിൻ്റെ അനുഭവം പറയാണ് ബൈ സാബ്. ആ സമയത്ത് നമ്മുടെ സഹോദരിമാർ അന്നത്തെ ഉപരാഷ്ട്ര വൈസ് പ്രസിഡൻറ്റിൻ്റെ പ്രോഗ്രാം വെച്ചു. വെങ്കട്ടരാമൻ ആയിരുന്നു അന്നത്തെ വൈസ് പ്രസിഡൻറ്റ്. അപ്പോൾ അദ്ദേഹത്തിന് മധുബനത്തിൽ വിളിക്കണം, പ്രോഗ്രാം ചെയ്യണം എന്ന് പ്ലാൻ ചെയ്തു. പക്ഷേ ഗവൺമെൻറ്റിൻ്റെ ആ സമയത്ത് സിരോഹിയിൽ അതുപോലെ തന്നെ മറ്റ് സ്ഥലങ്ങളിലൊക്കെ പ്രോഗ്രാം അറേഞ്ച് ചെയ്തു. അത് രാഷ്ട്രപതിക്ക് വേണ്ടി ഉപരാഷ്ട്രപതിക്കുള്ള പ്രോഗ്രാം ഗവൺമെൻറ്റാണ് അറേഞ്ച് ചെയ്തത്. അവർ അറേഞ്ച് ചെയ്തെങ്ങനെയാണെന്ന് വെച്ചാൽ ഹെലികോപ്റ്ററിൽ സിരോഹിയിൽ വരണം, പിന്നെ അവിടെ നിന്ന് ഫ്രഷ് സർക്കിട്ട് ഹൗസിൽ പോകണം, ഫ്രഷായി ഇവിടെ എത്തുന്ന സമയത്ത് നക്കി ലേക്കിൻ്റെ അടുത്ത് വരും. 15 മിനിറ്റ് മാത്രം പാണ്ഡവ ഭവനിൽ വന്ന് വിസിറ്റ് ചെയ്ത് പോകും. അതിൽ കൂടുതൽ സമയം ബ്രഹ്മകുമാരിക്ക് വരാൻ പെർമിഷൻ കൊടുത്തില്ല ഗവൺമെൻറ്.
അപ്പം ഇപ്പുറത്ത് ദാദി പറഞ്ഞു അതെങ്ങനെ നടക്കുക, ഭഗവാന്റെ വീട്ടിൽ പ്രോഗ്രാമിനല്ലേ. അങ്ങനെ ദാദി ഇരുന്ന് തപസ് ചെയ്തുകൊണ്ടേയിരുന്നു. ഹെലികോപ്റ്റർ ഇറങ്ങുന്ന സമയത്ത് ഒരു വശത്ത് ഗവൺമെൻറ്റിൻ്റെ ആളുകൾ വണ്ടിയായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്, മറുവശത്ത് ബ്രഹ്മകുമാരി സഹോദരന്മാർ വണ്ടിയായിട്ട് റെഡിയായി നിൽക്കുന്നുണ്ട്. ഉപരാഷ്ട്രപതി ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി നേരെ സഹോദരന്മാരുടെ അടുത്തേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, നിങ്ങൾ വണ്ടി കൊണ്ടുവന്നുണ്ടല്ലോ അല്ലേ, ഞാൻ എവിടേക്കാണ് പോകേണ്ടതെന്ന്, എൻ്റെ പ്രോഗ്രാം എന്താന്ന്. അപ്പോൾ അവർ നമ്മുടെ വണ്ടിയിൽ കയറി നേരെ പാണ്ഡവഭവനിൽ വന്നു. ആ സമയത്ത് ദീദി മൻമോഹിനി പോയ സമയമായിരുന്നു. ദീദിയുടെ റൂം കൊടുത്തു, അവിടെ ഫ്രഷായി പാണ്ഡവഭവനിൽ വന്ന് മെഡിറ്റേഷൻ ഹാളിൽ 2 മണിക്കൂർ സമയത്തെ പ്രോഗ്രാം സക്സസ്ഫുള്ളായി ചെയ്തു. അതിനുശേഷം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞ് മധുബനത്തിൽ നിന്ന് തിരിച്ച് ഹെലികോപ്റ്ററിൽ കയറി രാഷ്ട്രപതി പറന്നുപോയി. അതായിരുന്നു ദാദിയുടെ സങ്കല്പശക്തിയിലൂടെയുള്ള സേവനം. लेकिन ये बात पता कैसे चली हम लोगों को? बाबा आए 4-5 दिन के बाद, अव्यक्त बाबा का आना हुआ, तो बाबा ने कहा, बच्ची ये जो देखा आप लोगों ने ये क्या था? ये क्या था कि प्रेसिडेंट का प्रोग्राम गवर्नमेंट अलग बना रही है, प्रोटोकॉल अलग कर रहा है, और वो आत्मा केवल एक ही स्थान पर आई और चली गई, क्या था ये सब? बाबा ने पूछा सबसे। फिर बाबा ने बताया कि इस बच्ची ने, जनक बच्ची ने रात भर ऐसा योग किया जो योग से लाइट का घेरा बना। दिल्ली से लेकर के वो आत्मा उस लाइट के घेरे से बाहर निकल ही नहीं सकती थी। वो योग के बल से जो योग किया था वो लाइट के घेरे में आई, लाइट के घेरे में रही, न सुरक्षा की चिंता, न कोई बात की चिंता, सबके साथ हाथ मिलाया, मिला जुला और सब कार्य किया और सीधा ही लाइट के रास्ते से अपने घर चला गया। ये योग की लाइट, इस संकल्प की लाइट है जिसके कारण वो आत्मा उसके अंदर रही, बाहर नहीं जा सकती थी, जा ही नहीं सकती थी. അതിനുശേഷം 3-4 ദിവസം ശേഷം അവ്യക്ത ബാബ്ദാദ വന്നു. അപ്പോൾ ബാബ്ദാദ ചോദിച്ചത്രേ, കുട്ടികളെ എന്താ സംഭവിച്ചത്? ഗവൺമെൻറ് ഉണ്ടാക്കിയ പ്രോഗ്രാം അവിടെ ഒന്നും പോയില്ല, ആ നിയമങ്ങളൊന്നും പോകാതെ ഈ കുട്ടി ഇവിടെ തന്നെ വന്ന് പ്രോഗ്രാം കഴിഞ്ഞ് പോയി, ഇതെന്താ സംഭവിച്ചതെന്ന് ചോദിച്ചത്. ബാബ ചോദിച്ചു. ബാബ തന്നെ മറുപടിയും പറഞ്ഞു, ജനക് ബേട്ട എന്നാണല്ലോ ബാബ വിളിക്കുക ജാനകി ദാദീനെ. ജനക് ബേട്ടയുടെ യോഗശക്തി കൊണ്ട് ലൈറ്റിൻ്റെ വലിയൊരു ഖരാവോ തീർത്തു. ആ ലൈറ്റിൻ്റെ ഖരാവോ ദില്ലിയിൽ നിന്ന്, ആ ലൈറ്റിൻ്റെ ഖരാവോയുടെ ഉള്ളിലാണ് ഹെലികോപ്റ്റർ പറന്നത്. ആ ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഹെലികോപ്റ്റർ ഇറങ്ങി, ആ ലൈറ്റിൻ്റെ ഉള്ളിൽ തന്നെ മധുബനിൽ വന്നു, സേവനം കഴിഞ്ഞു, അതിൻ്റെ ഉള്ളിൽ തന്നെ പറന്നും പോയി. അപ്പം ആ യോഗയുടെ ശക്തി കൊണ്ടുണ്ടായ ലൈറ്റിൻ്റെ ഖരാവോലാണ് ആ പ്രോഗ്രാം അത്രയും സക്സസ്ഫുള്ളായി നടന്നത്. तो आप सभी योग का प्रयोग करते हो, ऐसी लाइट, कोई भी विघन नहीं रह सकता, सब विघन खत्म हो जाएंगे अगर योग यथार्थ है तो. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ യോഗയുടെ പ്രയോഗം ചെയ്ത് നോക്കിയിട്ടുണ്ടോ? ലൈറ്റിൻ്റെ ശക്തി, ഒരു വിഘ്നത്തിനും യോഗയുടെ പ്രയോഗം ശരിയാണ് എങ്കിൽ അതിൻ്റെ മുന്നിൽ നിൽക്കാൻ സാധ്യമല്ല. इस शक्ति को कम नहीं समझना. हमारी दादियों ने इसी का प्रयोग किया. कभी भी कोई विघन आया, लाल किले पर मेला हुआ, कितना बड़ा विघन आया. लाल किले पर अपना मेला सजने वाला है और इंदिरा गांधी जी उस समय प्राइम मिनिस्टर, रसिया का प्रेसिडेंट आने वाला है. इंदिरा गांधी कहती हैं कि उसी ग्राउंड में उसका प्रोग्राम रखना है और हमारा मेला सज रहा है. नोटिस आ रही है कि ये मेला हटाओ यहाँ से, यहाँ पर प्रेसिडेंट का, वहाँ रसिया वाले का प्रोग्राम है. दादी कहती रात भर योग करो, सब बैठ जाओ योग में, बाबा का मेला होगा. रात को उनकी सिक्योरिटी चेक करके आई तो दादी ने क्या किया, बहुत बड़ी दुर्गा का मॉडल बना था, दुर्गा का मॉडल पहले सजा दिया स्टेज पहले गेट पर, और दुर्गा का मॉडल देख करके और रात भर योग में बिठा दिया सबको. सब योग में बैठ गए. सारी सिक्योरिटी आई, देखे और सवेरे बोला कि नहीं, ब्रह्मा कुमारियों का प्रोग्राम जहाँ हो रहा वहीं होगा, और उसका प्रोग्राम चेंज हो गया और बाबा का मेला वहीं हुआ. योग बल था. ചെങ്കോട്ടയിൽ നടന്ന മായയുടെ പരീക്ഷണത്തിനുണ്ടായ യോഗശക്തിയിലൂടെ ജയിച്ച കഥ പറഞ്ഞവരാണ് വൈസാബ്. അവിടെ ചെങ്കോട്ടയിൽ ലാൽ കിലയിൽ നമ്മളുടെ വലിയ മേള നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ആ സമയത്ത് ഇന്ദിരാഗാന്ധി ആയിരുന്നു പ്രധാനമന്ത്രി. റഷ്യൻ പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് വന്നു. അപ്പോൾ ചെങ്കോട്ടയുടെ മൈതാനത്തിൽ
അദ്ദേഹത്തിൻ്റെ റഷ്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രോഗ്രാം വെക്കണം. അപ്പം നമുക്ക് നോട്ടീസ് വന്നു, നിങ്ങളുടെ മേള ഇവിടെ നിന്ന് ഇല്ലാതാക്കണം, മേള മാറ്റണം. ദാദി പറഞ്ഞു അതെങ്ങനെ നടക്കും, എനിക്ക് എല്ലാവരും യോഗ ചെയ്യാം, പക്ഷെ ആദ്യം എന്ത് വേണം, ദുർഗാദേവിയുടെ വലിയൊരു രൂപം ഉണ്ടാക്കി ഗേറ്റിൻ്റെ അടുത്ത് വെച്ചു. എന്നിട്ട് എല്ലാവരോടും പറഞ്ഞു എല്ലാവരും ഇരിക്കൂ, യോഗ ചെയ്യുമെന്ന്. അങ്ങനെ എല്ലാവരും ഇരുന്നു, തപസ് ചെയ്തു. പിറ്റേ ദിവസം രാവിലെ പറഞ്ഞു ഇല്ല, ബ്രഹ്മകുമാരീസിൻ്റെ പ്രോഗ്രാം മാറ്റുന്നില്ല, ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോഗ്രാം സ്ഥലം മാറ്റി എന്ന്. അതായിരുന്നു ദാദിയുടെ യോഗ പ്രയോഗത്തിൻ്റെ വിജയം. हम सब योग के प्रयोग को सीखें और कुछ नहीं सीखो, योग का प्रयोग करना सीखो. योग में बहुत बड़ी शक्ति है, असंभव को संभव करती है. അതുകൊണ്ട് നമ്മൾ വേറൊന്നും പഠിക്കേണ്ട, യോഗ പ്രയോഗിക്കാൻ മാത്രം പഠിച്ചാൽ മതി. അസംഭവ്യമായതിനെ സംഭവിപ്പിക്കുന്ന ഒന്നാണ് യോഗശക്തി. हमारी दादियों ने इस शरीर पर योग के प्रयोग किए, बीमारी का पता ही नहीं, सब आए हिसाब किताब. बाबा कहता है ना, कोई भी अंतिम समय है, अंतिम शरीर है, जो कुछ पिछले जन्मों में हुआ है वो भागना तो आएगी, लेकिन वो सूली से काटा, भोगना नहीं, महसूस नहीं कराया कि इनको बीमारी है. अरे निश्चिंत बेफिक्र बादशाह, योग का प्रयोग, बाबा की याद की शक्तियों का प्रयोग किया और सहज रीति से उन बीमारियों को पार कर लिया. ദാദിമാര് ശരീരത്തിലും യോഗയുടെ പ്രയോഗം ചെയ്തു. ബാബ പറയാറുണ്ടല്ലോ, മുജ്ജന്മം ചെയ്ത കർമ്മത്തിൻ്റെ കർമ്മകണക്ക് നമ്മൾ അനുഭവിച്ചേ പറ്റൂ. ദാദിമാർ അത് ശരീരത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അവരെന്തെല്ലാം രോഗങ്ങൾ വരുമ്പോഴും ആ രോഗം എന്താണെന്ന് അനുഭവിക്കുക പോലും ചെയ്തിട്ടില്ല. ശൂലത്തിനെ മുള്ളാക്കി മാറ്റിക്കൊണ്ട് അതിനെ കടന്നുപോയി. അങ്ങനെ ഒരു രോഗം ഉണ്ടെന്ന് അവർക്ക് ഫീൽ ചെയ്യുക പോലും ചെയ്തിട്ടില്ല. അങ്ങനെ യോഗയിൽ ഇരുന്നു കൊണ്ട് അതിനെ കടന്നുപോയി. कई बार जब भी कोई बात आती, कभी सरकार के द्वारा कोई दूसरी बातें, पेपर तो बहुत आए ना, जब यज्ञ बढ़ता है, विस्तार होता है, तो कई विरोध होते हैं, कई बातें आती हैं, लेकिन दादियों ने उसका वर्णन नहीं किया. कोई भी काम असंभव नहीं है. एक दिन बहुत सारी बातें आना शुरू हो गई. अपना ओम शांति भवन जब बन के तैयार हुआ तो सेवाएं बहुत हो गई, नामाचार बहुत हो गया. तो उसके बाद लोग जलने लगे, ईर्ष्या होती है ना, एक के बाद एक, कोई कहे ओम शांति भवन को आग लगा दें, कोई कहे ये कर देंगे, कोई कहे ये कर देंगे. बड़ी हलचल कर दिया लोगों ने सेवा के बाद. तो दादियाँ तो सुनती थी, लेकिन बाबा से पूछे क्या करें, बहुत प्रॉब्लम है. तो एक दिन हम मधुबन निवासियों के बीच में बाबा को बुलाया. तो बाबा आए, ओम शांति भवन में ही आए, गेट बंद कर दिया, मधुबन वाले बैठे थे, बाकी कोई अलाउ नहीं किया था. थोड़ी देर बाबा ने मुरली सुनाई और सुनाने के बाद मैं लिख रहा था, टाइप कर रहा था, एक भाई रिकॉर्डिंग कर रहा था, कोई कुछ कर रहा था, कोई कुछ कर रहा था. मुरली के बीच में बाबा ने सीधा दृष्टि दी और कहा ये सब बंद कर दो, लिखना नहीं, रिकॉर्डिंग करो, बंद कर दो. और दादियों को बुलाया, सामने बड़ों को बुलाया, पूछा क्या चल रहा है. तो एक ने सुनाना शुरू किया, बाबा ये बात है, ये बात है, ऐसे हो रहा है, ये भी विरोध है, ये बातें हैं. और बाबा एकदम बेफिक्र बादशाह, जैसे कोई बैठता है ऐसा निश्चिंत राजा जैसा, टांग पर टांग चढ़ा के. बाबा कहता बच्चे, जो सूर्य उदय होने वाला है उसको कोई बादल ढक सकते हैं, अंधेरा रोक सकता है. सतयुग आने वाला है, कलयुग का अंतिम समय है, पेपर आएंगे, बातें आएंगी, इनकी परवाह नहीं करो. उस सवेरे को तो कोई रोक ही नहीं सकता है. इतना निश्चय, और बाबा ने इतना बल भर दिया, जो सब बातें न सोचो न वर्णन करो. कई बार हम परिस्थितियों को सोच सोच के बड़ा बना देते हैं, वर्णन करके बड़ा बना देते हैं. बाबा ने कहा स्टॉप, बोलना नहीं, कुछ नहीं है, कोई बड़ी बात नहीं, नथिंग न्यू. निश्चिंत कर दिया सबको. अरे सवेरा आएगा, सतयुग आएगा, कलयुग तो जाना ही है. ऐसे बाबा ने सब बच्चों को बल भरा. വലിയൊരു യജ്ഞത്തിലെ അനുഭവം ബൈസപ്പ് പറയാണ്. യജ്ഞം വലുതായിക്കൊണ്ടിരിക്കുകയാണല്ലോ, സേവനം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ, അതനുസരിച്ച് പ്രോബ്ലവും വർദ്ധിച്ചുകൊണ്ടേയിരിക്കും.
പിന്നെ നമ്മുടെ ഓം ശാന്തി ഭവൻ നിർമ്മിച്ചു കഴിഞ്ഞു. അത് വലിയ ഒരു അച്ചീവ്മെൻ്റ് ആണല്ലോ നമുക്ക്. നാട്ടുകാർക്ക് അസൂയ കത്താൻ തുടങ്ങി. ഞങ്ങൾ തല്ലി തകർക്കും, ഞങ്ങൾ അത് കേടാക്കും, ഇത് കേടാക്കും, അങ്ങനെ ഒരുപാട് പ്രോബ്ലങ്ങളായി. പ്രോബ്ലം അത്ര അധികമായപ്പോൾ ദാദിമാരെല്ലാവരും കൂടി പറഞ്ഞു ബാബോട് പറയാം. അങ്ങനെ മധുബൻ നിവാസികൾക്ക് വേണ്ടി മാത്രം ഗേറ്റ് പൂട്ടി, പുറമൊന്നും ഒരാൾക്ക് എൻട്രി പോലും ഇല്ല. അങ്ങനെ ബാബ വന്നു. അപ്പോൾ മുരളി എഴുതുക കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞതൊക്കെ സ്റ്റോപ്പ് ചെയ്യിച്ചു. ദാദിമാരും ബാബയുടെ അടുത്ത് ചുറ്റിയിരുന്നു. ബാബ എല്ലാവർക്കും ദൃഷ്ടി കൊടുത്തു. ബാബ ഇങ്ങനെ ഒരു മഹാരാജാവിന് ഇരിക്കുന്ന പോലെ, നിശ്ചിന്ത ചക്രവർത്തി രാജകാലുമ്മ കാല് കയറ്റിയിരിക്കുന്ന എത്രയുണ്ടാവും അതുപോലെ ഭാവത്തിലിരുന്നു. എന്നിട്ട് ബാബ പറഞ്ഞു, സൂര്യൻ ഉദിക്കാൻ പോവാണ്. ആ സൂര്യനെ തകർക്കാനായിട്ട് ഒരിക്കലും ഒരു മേഘത്തിനോ ഒന്നിനോ തടയാൻ സാധ്യമല്ല. സത്യുഗം വരാൻ പോവാണ്, തീർച്ചയായിട്ടും നടന്നുകൊണ്ട് തന്നെ ഇരിക്കും. ഇത് വിജയം നമ്മുടെ തന്നെയാണ് എന്ന് നിശ്ചിന്തമായി പറഞ്ഞുകൊണ്ട് എല്ലാവരുടെ ഉള്ളിലും ശക്തി നിറച്ചു. പിന്നെ ബാബ പറഞ്ഞു, അതിനെക്കുറിച്ച് അധികം ചിന്തിക്കരുത്, വർണ്ണിക്കരുത്, ആ കാര്യത്തെക്കുറിച്ച് സംസാരിക്കരുത്, പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിക്കരുത്. പലപ്പോഴും എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ പ്രശ്നങ്ങളെ വർണ്ണിച്ച് സംസാരിച്ചത് വലുതാവും. അതുകൊണ്ട് ഈ കാര്യങ്ങളെ ഫുൾ സ്റ്റോപ്പ് ഇടൂ, അതിന് ചിന്തിക്കേ വർണ്ണിക്കേ വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ വിജയത്തോടു കൂടി മുന്നോട്ട് പോയി. ഇങ്ങനെ ബാബ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് തടസ്സങ്ങളെ ആ യോഗയുടെ ശക്തിയിലൂടെ ശക്തി നിറച്ച് വിജയം വരിച്ചു കൊണ്ടുവന്നതാണ്. दादियों के संकल्प में वो शक्ति थी जो सोच लें हो जाएगा. कभी ये नहीं सोचा कैसे होगा, कौन करेगा, कहाँ से होगा. ओम शांति भवन, एक भाई जयपुर के थे, बहुत बाबा के अनन्य बच्चे हैं, आए अभी. वो देखते थे रात को 8 बजता है, दादी कहती कोई बाहर नहीं निकलेगा, पांडव भवन के बाहर नहीं निकलेगा. क्यों? क्योंकि वहाँ जंगल था बाहर, और रात को चीते आते थे, शेर आता था, कुछ भी भालू आता, चीता आता, इसलिए सबको मनाती है. तो वो ढूंढता रहे जमीन किसकी है. नाले पर ओम शांति भवन वाली पहाड़ियाँ थी, जंगल था. वो चुपचाप खरीद लिया, बिना पूछे दादी के, बिना बताए, अपने नाम से खरीद लिया जा करके. और खरीदने के बाद दादी के पास आता है, दादी हमारा विचार है ये, यहाँ पर कुछ बना दो आप. यहाँ अगर लाइट लग जाएगी, बन जाएगा, तो यहाँ पर ये जो आते हैं ना जंगली जानवर, ये नाना बंद हो जाएंगे, भय खत्म हो जाएगा. कहाँ से बना दें, पैसा कहाँ है, कौन बनाएगा, तो जमीन क्यों लिया. अरे दादी हो जाएगा ना, आप संकल्प करो, हो जाएगा. वो जमीन ले लिया था और दादी ने संकल्प किया, चलो बनाते हैं. कौन बनाएगा, उसके इंजीनियर, उसके मुख्य मिस्त्री, उसमें करने वाले सब मधुबन वाले, सब करेंगे मधुबन वाले, कोई बाहर का नहीं लगेगा. कोई भी मधुबन आ रहा है, कोई क्लास नहीं, सिर्फ मुरली क्लास, सब कार सेवा करेंगे. चलो सब. चाहे दादी खुद जाती, तगारी उठाओ, पत्थर उठाओ, तोड़ो. मधुबन वालों ने सब ने वहाँ पर ब्लड दिया है. ब्लड दिया. ऐसा हम लोगों को पत्थर तो तोड़ना नहीं आता था. हथौड़ा उठाया, पत्थर पर तोड़ा, और पत्थर उछल करके कोई यहाँ लगा, कोई यहाँ लगा, कोई यहाँ लगा. मेरे को भी यहाँ 4 टाँके आए थे. तोड़ रहा था, पत्थर उछला और मेरे को लग गया. उठा के मेरे को हॉस्पिटल ले गए बाहर. डॉक्टर कहता तुम तकदीरवान है, तेरी आँख बच गई. यहाँ लगा, 4 टाँके आए. हर एक ने ओम शांति भवन में दिन रात सेवा किया. और संकल्प दादी का यही था. दिसंबर 82 में हाल की दीवार नहीं बनी है, और 8 फरवरी को उद्घाटन की डेट फिक्स अनाउंस. और उसके उद्घाटन में यूनाइटेड नेशन के वाइस प्रेसिडेंट उद्घाटन करेंगे आकर के, रॉबर्ट मोलर, और बड़े बड़े अधिकारी, इजिप्ट की महिला, जहाँ जहाँ के पूरे विश्व के नेताओं के नाम आने लगे. हाल बना नहीं है, उद्घाटन की डेट फिक्स है. दादी ने कहा चलो हम सब लगते हैं, कोई क्लास नहीं होगा, कोई योग नहीं करेगा, सब बाहर चलो, मेहनत करो. ദാദിമാരുടെ സങ്കല്പം എന്താണോ അത് സംഭവിക്കും. ദാദിമാരുടെ സങ്കല്പത്തിൽ അത്രയും വലിയ ശക്തിയായിരുന്നു. ആ സമയത്ത് നമ്മുടെ മധുബൻ പാണ്ഡവന്റെ മുന്നിലുള്ള ആ ഓം ശാന്തി ഭവൻ നിർമ്മിച്ചിട്ടില്ലായിരുന്നു. വലിയൊരു മലയായിരുന്നു, കാടും
എല്ലാം നിറയെ വന്യജീവികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് രാത്രി ആരെയും ദാദി ഗേറ്റിൻ്റെ പുറത്ത് പോകാൻ സമ്മതിക്കില്ലായിരുന്നു. എന്തുകൊണ്ട് പോകണ്ടെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ പുള്ളി വരും, ചീറ്റപ്പുള്ളി വരും, എടുത്തുകൊണ്ട് പോകും, കരടി വരും, ഉപദ്രവങ്ങളായിരുന്നു. ഒരു പ്രാവശ്യം ജയ്പൂരിൽ നിന്ന് ഒരു ബായി വന്നു. ആ ബായിയോട് പറഞ്ഞു പുറത്ത് പോകരുത്, ഗേറ്റ് പൂട്ടിയിട്ടുണ്ട്, അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് മുന്നിൽ വലിയ കനത്ത കാടാണല്ലോ, അവിടുന്ന് മൃഗങ്ങൾ വന്ന് ഉപദ്രവിക്കുന്നത്. ആ ബായിജി എന്ത് ചെയ്തു, ഓ അങ്ങനെയാണോ കാര്യം എന്ന് നിശബ്ദനായി പോയിട്ട് ആ മല മുഴുവൻ അങ്ങ് അദ്ദേഹത്തിൻ്റെ പേരിൽ വാങ്ങി. എന്നിട്ട് ദാദിയോട് വന്ന് പറഞ്ഞു, ദാദി ഇവിടെ ഉണ്ടല്ലോ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ, ലൈറ്റ് വന്നാൽ, കറണ്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മൃഗങ്ങളൊക്കെ ഉപദ്രവമില്ലാണ്ടാവും, നീ എന്താ പറയുന്നതെന്ന് ചോദിച്ചു. ഇതൊക്കെ എങ്ങനെ നടക്കാനാന്ന്. അപ്പോൾ പറഞ്ഞു, ദാദി അത് വാങ്ങിയിട്ടുണ്ട് എന്ന്. അദ്ദേഹത്തിൻ്റെ പേർക്ക് വാങ്ങി അങ്ങനെ ബാബയ്ക്ക് കൊടുത്തു. ഇദ്ദേഹത്തിനെ നീ വാങ്ങി അവിടെ ആരാ ബിൽഡിംഗ് ഉണ്ടാക്കാൻ പോവാന്ന്. അപ്പം അദ്ദേഹം ദാദിയോട് പറഞ്ഞു, ദാദി വിചാരിച്ചാൽ മതി, കാര്യമൊക്കെ നടന്നോളും. അപ്പം തൊട്ട് ദാദി സങ്കല്പിച്ചു, എല്ലാ മധുബൻവാസികളും രാവിലത്തെ മുരളി കഴിഞ്ഞാൽ പിന്നെ അല്ലാതെ പുറമെന്ന് ആരും വിളിക്കുന്നില്ല, സർവ്വ മധുബൻവാസികളും ഒന്നിച്ചു ചേർന്ന് അവിടെ ബിൽഡിംഗ് ഉണ്ടാക്കണം. അപ്പോൾ അവിടെ ഓരോ മധുബൻവാസികളുടെയും ബ്ലഡ് വീണ സ്ഥലമാണ്, ബ്ലഡ് വീണിട്ടാണ് ആ ബിൽഡിംഗ് ഉണ്ടായത്. ഈ ബ്ലഡ് വീണെന്ന് എന്തുകൊണ്ടാണ് പറയാൻ കാരണം, സ്വയം ബൈസാബിന് തന്നെ അനുഭവം ഉണ്ടായിട്ടുണ്ട്. അവർക്ക് ആർക്കും ഈ പാറോടച്ചിട്ടോ ഇങ്ങനത്തെ പണിയൊന്നും ചെയ്ത് ശീലമില്ലല്ലോ. എല്ലാ വർക്കുകളും മധുബൻവാസികൾ തന്നെ ചെയ്യുന്നത്. അപ്പോൾ പാറ തല്ലി പൊട്ടിക്കുമ്പോൾ അതിൻ്റെ ചീളുകളും ചിലവർ തല ഇവിടെ തട്ടും, ചിലവരുടെ മുഖത്ത് തട്ടും, അങ്ങനെ മേല് പാറ വന്നടിച്ച് ബ്ലഡ് കൊണ്ട് കുളിക്കും. ഒരു പ്രാവശ്യം ബൈസാബിൻ്റെ ഇവിടെ ഒരു വലിയ പാറയുടെ ചീള് വന്ന് അങ്ങനെ എടുത്തുകൊണ്ട് ഹോസ്പിറ്റലിൽ ഓടി 6 സ്റ്റിച്ച് ഇട്ടു. എന്നിട്ടാണ് ഇവിടെ, പിന്നെ ഇപ്പോഴാ കലയൊന്നുമില്ല, ഒക്കെ പോയിട്ടുണ്ട്, ഇവിടെ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാവരും കൂടി രാവും പകലും മോർണിംഗ് മുരളിക്ക് ശേഷം യോഗയില്ല, ക്ലാസ് ഇല്ല, വേറെ പഠനമില്ല, ഒരേ ഒരു സങ്കല്പം, എല്ലാവരും കഠിനാധ്വാനം. ആദ്യം ദാദി തന്നെ മുന്നോട്ട് പോവും, ദാദി തന്നെ പണിയെടുക്കാൻ തുടങ്ങും. അങ്ങനെ എല്ലാവരും ചേർന്നിട്ടാണ് ആ ഓം ശാന്തി ഭവൻ ഉണ്ടാക്കിയത്. ദാദി സങ്കല്പം നിശ്ചയിച്ചു, ഈ ഡിസംബറോട് കൂടി ഫസ്റ്റ് അതിൻ്റെ ബോൾ തയ്യാറാവണം. അത് കഴിഞ്ഞാൽ പിന്നെ ഫെബ്രുവരിയോട് കൂടി അതിൻ്റെ ഇനോഗ്രേഷൻ ചെയ്യണം. ഇനോഗ്രേഷൻ ചെയ്യുന്നതും അന്നത്തെ വലിയ VIPകളെ, പിന്നെ ആരൊക്കെ സംബന്ധ സമ്പർക്കത്തിലുണ്ടോ അവിടെ നിന്നൊക്കെയുള്ള വലിയ വലിയ VIPകളെ വിളിച്ച് വലിയ പ്രോഗ്രാം നടത്തണം. അങ്ങനെ ദാദി സങ്കല്പിച്ചു. എല്ലാ കാര്യങ്ങളും നടന്നു. 1982 ആ ബിൽഡിംഗ് ഓം ശാന്തി ഭവൻ ഇനോഗ്രേഷൻ ചെയ്തു. लेकिन कैसे हुआ? നിങ്ങൾ എന്താ സ്റ്റണ്ടായി പോയിട്ടാണോ കൈയടിക്കാത്തത്? दिसंबर मास में गुजरात से, सूरत से एक भाई आया, कहता दादी आप फिक्र नहीं करो, हम बनवाएंगे। उसकी पूरी गैंग थी, मिस्त्री मजदूर, वो लेके आ गया। और फिर एक बुजुर्ग भाई था, वो कहता है बाप दादी ये कैंची का काम ऊपर जो छत पड़ेगी वो हम करेंगे। एक भाई बीके, बॉम्बे से एक मिस्त्री थे, जाल मिस्त्री, जो साउंड देखते थे, वो देखने का 1 लाख रुपया लेते थे। उनको बहनों ने लेके आई सेवा के लिए, उन्होंने उसका साउंड देखा, फिर ही कर दिया सब। और सब ने मिल कर के मेहनत की। 5-6 दिन पहले टाइल्स नहीं लगी थी। दादी ने कहा ये मुजाइल टाइल्स अच्छी होती है, सस्ती मिलती है, ले आओ। और रात भर लग कर के मधुबन निवासियों ने टाइल्स लगा दी पूरे हाल में, अभी भी वही लगी है। എങ്ങനെ ഈ കാര്യമൊക്കെ നടന്നേ അറിയൂ? സങ്കല്പത്തിൽ ഗുജറാത്തിൽ നിന്ന് ഒരു ബായി വന്നു, പില്ലർ ഉണ്ടാക്കണ്ടേ? ഒരു ബായി വന്നു, ദാദി ഞാൻ പില്ലർ ഉണ്ടാക്കാന്ന് പറഞ്ഞു. വേറെ സൂറത്ത് നിന്നൊരു ബായി പറഞ്ഞു, ആ ബായി പറഞ്ഞു റൂഫൊക്കെ ഫ്രീ ആയിട്ട് ഞാൻ ചെയ്തു തരാൻ ദാദി എന്ന് പറഞ്ഞു. സിസ്റ്റേഴ്സ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് കാണാൻ വേണ്ടി കുറച്ച് ബായിമാരെയും കൊണ്ടുവന്നു. അതിലൊരാൾ അവിടെ കുട്ടിയായിരുന്നു, അദ്ദേഹം പറഞ്ഞു ഇതിനു വേണ്ട ലൈറ്റും സൗണ്ടൊക്കെ എൻ്റെ വക ഫ്രീ ആയിട്ട് ചെയ്യാം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ഓരോരോ ബ്രാഹ്മണ കുട്ടികൾ അതിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അങ്ങനെയാണ് ഫിനിഷ് ആയത്. അതിന് മുന്നേ 4 ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ, ടൈലൊന്നും ഫിറ്റ് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. അപ്പോൾ എവിടെയോ വളരെ ചീപ്പായ ഒരു ടൈല് കിട്ടുന്ന സ്ഥലം ഉണ്ടായിരുന്നു. ആദ്യം പറഞ്ഞു ആ ടൈല് കൊണ്ടൊന്ന് നമുക്ക് ഫിറ്റ് ചെയ്താൽ മതി. ടൈല് വാങ്ങിക്കൊണ്ടുവന്നു. രാവും പകലും സർവ്വ മധുബൻവാസികളും ഒന്നിച്ചു ചേർന്ന് ടൈല് വിരിക്കലോ. അങ്ങനെ ആ ടൈല് തന്നെയാണ് ഇന്നും ഓം ശാന്തി ഭവനിൽ ഉള്ളത്. और फिर दादी जी ने कहा कि हाल तो बना दिया 3000 का, लेकिन उद्घाटन में भरना चाहिए, खाली नहीं रहना चाहिए। तुम लेटर लिखो, सब ब्राह्मणों को निमंत्रण है। दादी ठहरेंगे कहाँ? पांडव भवन में तो 300-400 मुश्किल से रहते। 3000 लोगों का हाल भरना चाहिए। जाओ सारा आबू बुक कर दो, सारा आबू बुक करो। सभी होटल, सभी धर्मशालाएं, सभी मंदिर बुक कर दिया। पैसा नहीं है यज्ञ में,
पूरा ब्रह्मा कुमारी का आबू, कोई एक स्थान एक चारपाई बाहर वाले की नहीं, केवल मधुबन आबू की ब्रह्मा कुमारी की बुक कर दिया। अब बुक करने के बाद कहती है हम लोगों को जाओ चेक करो उनका बिस्तर कैसे, ठंडी थी फरवरी में, बिस्तर इतने गंदे, पानी की व्यवस्था, गर्म पानी की व्यवस्था नहीं। अब हम सबकी ड्यूटी लगा दी, मेरी ड्यूटी लगाई थी रघुनाथ मंदिर में। इतने बिस्तर गंदे, जो हाथ ब्राह्मण कैसे सोएगा वहाँ, दादी कैसे सोएंगे, तो बहुत गंदे बिस्तर हैं। जाओ जाओ सबकी इच्छा उतारो, प्रबंध करो, उसकी धुलाई करो। मधुबन निवासियों की सेवा क्या थी, सबके रजाई गद्दे धूप में डालना, उसके कपड़ों को चौको धोना और धो करके पूरे धर्मशाला को, पूरे होटल को स्वच्छ करना, साफ करना, गर्म पानी का प्रबंध करना। 3000 लोग आराम से आके रहे और बहुत अच्छी कॉन्फ्रेंस 8 फरवरी 1983 ഉദ്ഘാടനം हुआ धूमधाम से। അപ്പോൾ ദാദി പറഞ്ഞു ഓക്കെ ഹാളൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു, വളരെ നന്നായിട്ടുണ്ട്, പക്ഷേ ഈ കലി ഹാൾ എങ്ങനെ ഇനോഗ്രേഷൻ ചെയ്യും? നിറച്ച് ബ്രാഹ്മണരെ കൊണ്ട് ഹാൾ ഇനോഗ്രേറ്റ് ചെയ്യണം. അപ്പം നിറച്ച് ഭാഗം 300 പേർക്ക് 400 പേർക്ക് ഇരിക്കാനുള്ള താമസിക്കാനുള്ള സൗകര്യം മധുബനത്തിലുള്ളൂ. ഈ 3000-4000 പേരെ വിളിച്ച് എവിടെ താമസിക്കും? അപ്പോൾ ദാദി പറഞ്ഞു അതിനെന്താ, മൗണ്ട് ആബുവിലുള്ള എത്രയൊക്കെ ഹോട്ടലുണ്ടോ, എത്രയൊക്കെ സത്രങ്ങളുണ്ടോ എല്ലാം ബുക്ക് ചെയ്യൂ, എല്ലാ സാധനങ്ങളും ബുക്ക് ചെയ്യൂ, എല്ലായിടത്തും ബ്രാഹ്മണർ വസിക്കട്ടെ. അങ്ങനെ ബുക്കിംഗ് എല്ലാം ചെയ്തു, മുഴുവൻ ബ്രാഹ്മണരുടെ മാത്രം. പക്ഷെ ദാദിക്ക് സങ്കല്പം വന്നു, ബ്രാഹ്മണർ ഉറങ്ങണമെങ്കിൽ വൃത്തി വേണ്ടേ, ബൈസാബിന് ഡ്യൂട്ടി ഇട്ടു പോ, നീ പോയി നോക്കിയിട്ട് വാ, അവിടുത്തെ ബെഡ് എങ്ങനെയുണ്ട്, വെള്ളം എങ്ങനെയുണ്ട്, ബാത്റൂം വൃത്തിയുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് വരാൻ. പോയി നോക്കിയപ്പോൾ വൃത്തികെട്ട ബെഡ്, അത്രയും വൃത്തികെട്ട ബാത്റൂം, എന്ത് ചെയ്യാൻ പറ്റും? അപ്പം എല്ലാ മധുബൻവാസികളുടെയും ബാക്കിയുള്ള ദിവസത്തെ ഡ്യൂട്ടി എന്താ അറിയോ, ഈ എല്ലാ പബ്ലിക്സ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ആ ബെഡും ഇതുമാതിരത്തെ താഴെ കിടക്കാനുള്ള വിരികളും ഉപയോഗിക്കുന്ന പുതപ്പുകളും എല്ലാം കഴുകുക, സോപ്പ് വെള്ളത്തിലിടുക, കഴുകുക, ഉണക്കുക, തിരിച്ചു കൊണ്ടുവയ്ക്കുക. കാരണം ഫെബ്രുവരി മാസത്തിലാണ് ഇനോഗ്രേഷൻ. ആ ടൈമിൽ 83 ഭയങ്കര തണുപ്പാണ്. ബാത്റൂമുകൾ കഴുകുക, ചുടുവെള്ളത്തിന് അറേഞ്ച് ചെയ്യുക, ഇതെല്ലാം ഇവരെല്ലാം മധുബൻവാസികൾക്കും ഇങ്ങനെ പബ്ലിക്കിൻ്റെ സ്ഥലങ്ങൾ മുഴുവൻ കഴുകി ശുദ്ധമാക്കി, സാധനങ്ങൾ കഴുകി ശുദ്ധമാക്കി ബ്രാഹ്മണർക്ക് ഉപയോഗിക്കാൻ യോഗ്യതയുള്ളതാക്കി തീർത്തു. 1983 ഫെബ്രുവരി മാസത്തിൽ ഓം ശാന്തി ഭവൻ്റെ ഇനോഗ്രേഷൻ വളരെ ഭവ്യമായ രീതിയിൽ 4000-ഓളം ബ്രാഹ്മണർ ചേർന്നുകൊണ്ട് വളരെ സക്സസ്ഫുൾ ആയിട്ട് ഭഗവാന്റെ ഹാളിൻ്റെ ഓം ശാന്തി ഭവൻ്റെ ഇനോഗ്രേഷനും തീർന്നു. और उससे इतनी सेवाएं हुई, पूरे अखबारों में, टीवी में, चारों तरफ ऐसा लगा बाबा प्रत्यक्ष हो गया. അത്രയും സേവ പേപ്പറിലും എല്ലായിടത്തും ടി വിയിലും ഒക്കെ അത്രയും ബ്രാഹ്മണർ ന്യൂസായിരുന്നു. ബാബ പ്രത്യക്ഷമായി തോന്നുന്ന രീതിയിലായിരുന്നു ആ സമയത്തെ ന്യൂസ്. उसके बाद जब हमने सबकी पेमेंट किया होटलों की जा करके, तो लास्ट में दादी कहती है ये जो बूढ़ा बाबा है ना, ये बड़ा चतुर सुजान है, बड़ा चतुर सुजान है. तो दादी कैसे चतुर सुजान है, क्या किया उसने? कहती है अरे तुम लोगों ने जितना खर्चा किया ना उतना ही भंडारी में आया, न एक पैसा कम आया न एक पैसा ज़्यादा आया. ये बाबा बैठा है कराने वाला, वो करा रहा है, हम लोगों को क्या है. अखबार वाले आते, दादी कितना खर्चा हुआ? 9 लाख के लगभग खर्चा हुआ. इतनी बड़ी बिल्डिंग खड़ी किया, इतना बड़ा होटल का खर्चा किया, और बजट में दिखा रहे 9 लाख का खर्चा हुआ. क्योंकि सब ने मिलजुल करके किया, अपना घर समझ करके किया. कोई ने पेमेंट लिया ही नहीं. जब बिना पेमेंट के हो रहा तो पैसा का खर्चा कहाँ दिखाओगे? അതിനുശേഷം പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു, എല്ലാവരുടെയും ബില്ലെല്ലാം അടച്ചു, എല്ലാ കാര്യങ്ങളും കഴിഞ്ഞു. അപ്പോൾ ദാദി പറഞ്ഞു ഈ ബാബയുണ്ടല്ലോ മക്കളെ, ഭയങ്കര ബുദ്ധിമാനായ സജ്ജനാണ്, അത്രയും വലിയ ചതുർ സുജാൻ എന്ന് പറയില്ലേ മുരളിയിലെ ബാബ, അതാണ്. അപ്പോൾ ദാദിയോട് ചോദിച്ചു, ദാദി എത്ര ചിലവായി ചോദിച്ചു. അപ്പോൾ ദാദി പറഞ്ഞു 9 ലക്ഷം ചിലവായി. ഇത്രയ്ക്ക് വലിയ, അതായത് ഒരു പൈസ കൂടുതലുമില്ല ഒരു പൈസ കുറവുമില്ല, കൃത്യം. അപ്പോൾ എത്ര ചിലവായി ദാദിന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇതിൻ്റെ കൺസ്ട്രക്ഷന് ചിലവായതാണ് 9 ലക്ഷം, ഹോട്ടലുകാർ ഒരു പൈസ പോലും വാങ്ങിയില്ല, അപ്പോൾ സൗജന്യമായിട്ട് എല്ലാം കൊടുത്തു, പിന്നെ ഒരു ചിലവുമില്ല. അങ്ങനെ ബാബ എല്ലാ കാര്യങ്ങളും വ്യക്തമായി നടത്തി. फरवरी में उद्घाटन हुआ और जुलाई 28 को दीदी जी अव्यक्त हो गई, केवल 6 मास के बाद. और दीदी का अव्यक्त होना
हम लोगों की सारी कर्मणा सेवाएं बंद हो गई। जो हम धोबी घाट करते थे, चूल्हे पर रोटियां बनाते थे, कई काम जो स्थूल थे, ओम शांति भवन तक जितनी बिल्डिंग बनी सबकी छत हम लोगों ने डाली। सीमेंट उठाना, सरिया बांधना, जो काम था, ओम शांति भवन बना, दीदी अव्यक्त हुई और सब कर्मणा सेवाएं मधुबन वालों की पूरी हो गई। बदल गया घर, सब कुछ आ गया, पैसा भी आया, स्टीम सिस्टम आई, धोबी घाट की मशीनें लग गई, भंडारा स्टीम पर आ गया, पूरा पांडव भवन का नक्शा बदल गया 83 में। सब कर्मणा सेवाएं पूरी हो गई, सब मशीन आ गई, सब साइंस आ गई। बाबा का घर कहाँ से कहाँ पहुँच गया। वरदान दे करके दीदी गई, ओम शांति भवन वरदान बन गया। ഓം ശാന്തി ഭവൻ നിർമ്മിച്ചു 6 മാസം കഴിഞ്ഞതും ദീദി മൻമോഹിനി അവ്യക്തായി. ദീദി മൻമോഹിനി അവ്യക്തായി അതോടുകൂടി മധുബൻ വാസികളുടെ കർമ്മണാ സേവ എല്ലാം അവിടുത്തെ രീതിയെ മാറിപ്പോയി. അതുവരെ ആ ബിൽഡിംഗ് കെട്ടുന്ന സമയത്ത് സിമെന്റ് തലയിൽ ചോക്കുക, അതിൻ്റെ എല്ലാം കെട്ടുക, കല്ല് തലയിലെടുക്കുക, കല്ലുമ്മ തുണികൾ അലക്കി, കല്ലുമ്മ പുഴുങ്ങി തുണി അലക്കുക, വിറകടുപ്പിൽ ചപ്പാത്തി ചുടുക, അങ്ങനെ ഫുൾ ഹാർഡ് വർക്കിലായിരുന്നു ആ കാലഘട്ടം വരെ മധുബൻ യജ്ഞം പോയിരുന്നത്. ദീദി പോയതിന് ശേഷം ഫുൾ യജ്ഞത്തിലേക്ക് ധാരാളം മെഷീനറികൾ വന്നു. സ്റ്റീം സിസ്റ്റമായി, സോളാർ സിസ്റ്റമായി, എല്ലാവിധ സൗകര്യങ്ങളും വരദാനം കൊടുത്തിട്ട് ദീദി പോയതുപോലെയാണ് ഓം ശാന്തി ഭവൻ വന്നു. ദീദി വരദാനം കൊടുത്തു പോയി. ഭഗവാന്റെ വരദാനം മധുബനത്തിലെ ആ ഹാർഡായ കർമ്മണ സേവ എല്ലാം മാറി, എല്ലാം സയൻസിൻ്റെ ടെക്നോളജിയുടെ മെഷീനുകൾ വന്നു. അന്ന് മുതൽ എവിടെ നിന്ന് എവിടേക്കോ എത്തിച്ചേർന്നു മധുബൻ. तो ये कहानी सुना दिया, बाकी नहीं सुनाऊंगा। अभी प्रश्न पूछो आप। ഇനിയും കുറേ കഥ പറയാനുണ്ട്. अच्छा भाई साहब एक प्रश्न पूछा है, जस्ट फॉर नॉलेज के लिए जिज्ञासा होके पूछा है. संदरी दादी, गुलसार दादी, शीलिंद्रा दादी, 3 दादियों के सिवा और भी किसी दादियों के शरीर में बाप दादा आया है कि नहीं? नहीं, बाबा उस समय साकार में थे, तभी ये पाठ चलता था। शिव बाबा को आलमाइटी को बुलाते थे, ब्रह्मा बाबा खुद कहते थे तो उनमें आते थे। उसके बाद केवल गुलजार दादी ही बाबा का रथ बनी। उसके बाद बाबा किसी में नहीं आए। एक रथ को मुकर्रर कर दिया गया, पहले ब्रह्मा बाबा का रथ और फिर गुलजार दादी का रथ। बाकी बीच बीच में जब बाबा थे साकार में तो वेरीफाई कराने के लिए, बच्चों को स्पष्ट हो जाए कि ये ब्रह्मा बाबा नहीं कह रहे हैं, शिव बाबा कह रहे हैं, इसलिए बाबा संदेशियों को यूज करते थे. ബാബ് 2 രഥം ഫിക്സ് ആണ്. ഒന്ന് ഗുൽസാർ ദാദിയുടെ രഥം, ഒന്ന് സാക്കാര ബ്രഹ്മ ബാബയുടെ രഥം. പക്ഷേ കുട്ടികൾക്ക് നിശ്ചയം വരുത്താൻ വേണ്ടി ഇത് ബ്രഹ്മബാബയല്ല ശിവബാബയാണ് പറയുന്നത് എന്ന് നിശ്ചയം വരുത്താൻ വേണ്ടി ചിലപ്പോൾ ചില ധ്യാനി സന്ദേശി പുത്രികളെ ബാബ ഉപയോഗിച്ചിരുന്നു, എന്നല്ലാതെ വേറെ ആരിലും ബാബ വന്നിട്ടില്ല. जी मैं ज्ञान में कब आया? मेरा अच्छा क्या बाबा आपको कैसे मिला, आप कैसे भगवान के घर में पहुंचे? अच्छा, मेरा अपना अनुभव सुना है। आज तो मैंने सवेरे मैसूर वहाँ यादवगिरी में सारा सुनाया, यही अनुभव सुनाया था कि मैं जब 4 साल का था, गोदी पुत्र जब मतलब बच्चा, तो हमारे पिताजी ज्ञान में आए 1960 में। और वहाँ पर एक यूपी में छोटा सा गांव, नहर चलती, पानी कैनाल, उनके वोटसियर आए थे, वो ज्ञान में थे और उन्होंने हमारे गांव में ज्ञान देना शुरू किया था। तो पिताजी उस समय पंचायत सेक्रेटरी थे, इसलिए उनके कनेक्शन में आ गए पानी के कारण। तो उनको ज्ञान मिला और बहुत अच्छा लगा, और ज्ञान में वो चलने लगे। तो मम्मा उस समय कानपुर में आई थी, और मम्मा जब जाती थी तो बाबा सब दादियों को भेज देते थे, तुम भी साथ में जाओ। कानपुर में बहुत अच्छी सेवाएं होती थी, तो 35 दादियाँ आई थी कानपुर में। तो पिताजी और वहाँ के जो ओवरसियर साहब थे वो गए और निमंत्रण दिया कि मम्मा हमारे गांव में चलो। अब गांव में तो कोई फैसिलिटी थी नहीं,
लेट्रिन बाथरूम भी नहीं थे, बिजली भी नहीं थी, कोई साधन नहीं थे, रोडें भी टूटी फूटी खड्डे वाली। फिर भी उन्होंने हाँ किया और 35 दादियाँ एक छोटी सी बस में भर करके कानपुर से मेरे गांव में आई और 3 दिन तक रही। तो वहाँ पर ही उनके रहने की व्यवस्था की गई, टेम्परेरी लेट्रिन बाथरूम बनाए गए और दादियों को बैलगाड़ी से पूरे गांव में घुमाया गया। और पिताजी को बहुत निश्चय था, इसलिए वो खूब एडवर्टाइज किया गांव गांव में जा कर के, ढोलक लेकर के, कपड़े पहन के, मातेश्वरी साक्षात सरस्वती मैया माउंट आबू से हमारे गांव में आ रही है, जिसको दर्शन करने कर सकते हो। तो मम्मा की सभा में 500 गांव वाले इकट्ठे हुए और बिना माइक के मम्मा ने भाषण किया और उसमें से जो निकले उनको पिताजी की ही निर्देशन में गीता पाठशाला खुली घर में और गीता पाठशाला में बाबा का घर चलने लगा और मेरा वहीं जन्म हुआ था, पालना हुई। लेकिन हमारे पिताजी के जो बड़े भाई थे वो एंटी हो गए, क्योंकि 3 के बीच में मैं इकलौता बेटा था। चाचा जी कुमार, पिताजी के बड़े भाई सन्यासी मंदिर में चला रहे और पिताजी को हम 2 बच्चे, एक बहन एक भाई। तो बहन मेरे से 4 साल बड़ी हैं, वो चली गई सेंटर पर, 8 साल की थी तभी, मैं छोटा था। तो पिताजी के दादाजी ने, जो हमारे ताऊ जी थे, उन्होंने मुझे नहीं जाने दिया कहीं, कहा नहीं, घर का कुल दीपक कौन बनेगा, अगर ये ब्रह्मा कुमार बन गया तो घर कैसे चलेगा। इसलिए उन्होंने मुझे अलग कर लिया, वहाँ से अपने साथ रख लिया मंदिर में। और 15 साल की उम्र तक मैं पढ़ाई करता रहा, लेकिन मुरली नहीं सुनी, क्लास नहीं किया। बाबा को पता था, बाबा तो जाने जाननहार थे, वो हर 15 दिन में 10 दिन में मुझे बहुत बढ़िया पत्र लिख के भेजते थे घर में पिताजी को। मुरली भी डायरेक्ट मधुबन से जाती थी और उस पत्र में लिखते थे, राजेंद्र प्रसाद बच्चे को खास याद देना। मेरा लौकिक नाम राजेंद्र प्रसाद। നാല് വയസ്സിലാണ് അദ്ദേഹത്തിന് ജ്ഞാനം കിട്ടിയത്. ആ സമയത്ത് കാൺപൂർ, UP കാൺപൂരിൽ ഒരു മാതാജി വന്ന് അവിടെ കുറച്ച് ജ്ഞാനമൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെള്ളത്തിൻ്റെ, വൈസാബിൻ്റെ അച്ഛൻ അവിടുത്തെ പഞ്ചായത്ത് സെക്രട്ടറി ആയിരുന്നു. അപ്പോൾ അവിടുന്ന് വെള്ളത്തിൻ്റെ അറേഞ്ച്മെൻറ്റ്, ഇറിഗേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി അവർ അച്ഛനുമായിട്ട് സമ്പർക്കത്തിൽ വന്നു, ജ്ഞാനം പറഞ്ഞു. ജ്ഞാനം വളരെ ഇഷ്ടപ്പെട്ടു. അങ്ങനെ അദ്ദേഹം ഈ ജ്ഞാനം സ്വീകരിച്ചു. അത് ആ സമയത്ത് കാൺപൂർ വന്നിട്ട് മമ്മിയും മമ്മയുടെ കൂടെ 35 ദാദിമാരൊക്കെ വന്ന്, ദാദിമാർ കേട്ടോ, 35 ആൾ വന്ന് സേവനമൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭായ് സാബിൻ്റെ അച്ഛൻ നേരെ പോയി അവരെ മമ്മോട് ഇൻവൈറ്റ് ചെയ്തു. ഈ കാൺപൂരിൽ നിന്ന് കുറേ ഉള്ളിൽ പോയിട്ടുള്ള ഗ്രാമത്തിലായിരുന്നു ഇദ്ദേഹത്തിൻ്റെ വീട്. അവിടേക്ക് വന്ന് അവിടെ വന്ന് ഭഗവാന്റെ സേവനം ചെയ്യാൻ വേണ്ടി വരണം എന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ മമ്മിയും 35 ദാദിമാരും ഒരു ചെറിയ ബസ് നിറച്ച ആള് ഇവരുടെ ഗ്രാമത്തിലേക്ക് വന്നു. പക്ഷെ റോഡ് പോലും ഇല്ലായിരുന്നു, ആകെ കുണ്ടും കുഴിയായ റോഡ്. ഗ്രാമത്തിലൊക്കെ താമസിക്കാനുള്ള സൗകര്യമൊന്നും ഇല്ലല്ലോ, ബാത്റൂം ഇല്ല, ലാട്രിൻ ഇല്ല, സൗകര്യങ്ങളൊന്നുമില്ല. അവർക്ക് വേണ്ടി ഒരു ബാത്റൂം ഉണ്ടാക്കി ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ 3-4 ദിവസം മമ്മിയും ദാദിമാരും താമസിച്ച് സേവനം ചെയ്തു. അപ്പോൾ കാളവണ്ടിയിൽ ഗ്രാമത്തിൽ മുഴുവൻ മമ്മേനെയും ദാദിമാരൊക്കെ ഇരുത്തി കറക്കി കൊണ്ടു നടന്നായിരുന്നു സേവനം ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അച്ഛന് ഭഗവാനിൽ അത്ര നിശ്ചയമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ കഴുത്തിൽ വലിയ ഒരു മദ്ദളൊക്കെ തൂക്കിയിട്ട് അതിൽ എന്താ പറയുക, പെരുമ്പറ മുഴക്കിക്കൊണ്ട് അദ്ദേഹം അനൗൺസ് ചെയ്തു, സ്വയം സാക്ഷാൽ സരസ്വതി ദേവി മൗണ്ട് ആബുവിൽ നിന്ന് വന്നിരിക്കുന്നു, ദർശനം ചെയ്യാൻ ആർക്കൊക്കെ ആഗ്രഹമുണ്ടോ എല്ലാവരും വരൂ എന്ന് പെരുമ്പറ മുഴക്കി. അങ്ങനെ നാട്ടുകാർ 500ഓളം പേര് ആ ഗ്രാമത്തിലുള്ളവർ ഒന്നിച്ചു ചേർന്നു. മൈക്കില്ലാതെ തന്നെ മമ്മ 500 പേർക്കും ജ്ഞാനം കൊടുത്തു. പക്ഷേ ഈ സമയത്ത് അങ്ങനെ ബാബയുടെ സേവനം വളരെ നന്നായി, ആ വീട് ബാബയുടെ വീടായി സേവനം നടക്കാൻ തുടങ്ങി. ആ സമയത്ത് വീട്ടിൽ ബൈസാബിൻ്റെ വീട്ടിൽ വലിയച്ഛൻ ഭയങ്കര ആൻറ്റിയായി ഈ പ്രോഗ്രാമിന്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ 3 ആൺകുട്ടികളാണ് അവിടെ ഉള്ളത്. ഒരാൾ അമ്പലത്തിൽ സന്യാസിയുടെ അമ്പലം സംരക്ഷിക്കുകയാണ്, ഒരാൾ കുമാരനാണ്, പിന്നെ ആകെ രാജുബായിയുടെ അച്ഛനാണ് ആകെ കല്യാണം കഴിച്ചിട്ടുള്ളൂ. അവിടെ ഒരു മകളും ഒരു മകനുമാണുള്ളത്. മകളാണെങ്കിൽ ബായ് സാബിനേക്കാൾ 4 വർഷം വലുതാണ്.
അപ്പോൾ അവർ സെൻറ്ററിലേക്ക് സറണ്ടറായി പോയി. അപ്പോൾ ഇനി ഈ കുട്ടിയും കൂടി ബാബടിയായി പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കുലം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് വല്യച്ഛൻ ഈ മകനെ നിനക്ക് തരൂല എന്നും പറഞ്ഞ് അമ്പലത്തിലേക്ക് എടുത്തിട്ട് പോയി. ഒരു 4 വയസ്സ് മുതൽ 15 വയസ്സ് വരെ ഒരിക്കൽ പോലും മുരളി കേൾക്കാനോ ബാബടുത്ത് വരാനോ പെർമിഷൻ കൊടുത്തിട്ടില്ല. സ്കൂളിൽ പഠിക്കാനോ അയച്ചിട്ടുണ്ട്. പക്ഷേ ബാബ എല്ലാ ദിവസവും സ്പെഷ്യലായിട്ട് ഓരോ 15 ദിവസം ചെല്ലുമ്പോഴും സ്വയം ബാബ തൻ്റെ കൈകൾ കൊണ്ട് നേരിട്ട് മുരളി എഴുതിയിട്ട് ബായ് സാഹിബിൻ്റെ അച്ഛനെ അയക്കുമായിരുന്നു. അതിൽ സ്പെഷ്യൽ എഴുതുമായിരുന്നു, രാജേന്ദ്ര പ്രസാദിന് സ്പെഷ്യലായിട്ട് എൻ്റെ യാദിപ്യാർ സ്നേഹാന്വേഷണം നൽകണമെന്ന്. ആ രാജേന്ദ്ര പ്രസാദ് ആരാന്നറിയോ? ബായ് സാഹിബാണ്. അങ്ങനെ ഓരോ 15 ദിവസം ചെല്ലുമ്പോഴും ബാബ സ്നേഹാന്വേഷണങ്ങൾ കൈകൾ കൊണ്ട് ലെറ്റർ എഴുതി ബായ് സാഹിബിനെ എത്തിക്കുമായിരുന്നു. बाबा जब 69 में अव्यक्त हो गए तो मैं उस समय तो बहुत छोटा था, घर में ही था. जब पत्र आया बाबा के अव्यक्त होने का तो बहुत हलचल हो गई गांव में, घर में. बाबा चले गए, बाबा चले गए, अब मुरली कहाँ से आएगी, अब मुरली कहाँ से आएगी. पिताजी को निश्चय नहीं हुआ झूठा पत्र होगा, ऐसा हो ही नहीं सकता, बहुत सारी बातें थी. उसके बाद वो दादाजी हमारे थोड़े से नरम हो गए कि बाबा तो चला गया, काम पूरा हो गया इनका. तो हम अचानक बहन जी, हमारी बड़ी बहन जो थी माउंट आबू थी, उन्होंने निमंत्रण दिया कि 1 महीने की छुट्टी है स्कूल की. 71 में मैं 9th में पढ़ता था, तो मधुबन आ जाओ, घूम करके जाओ, दादाजी से छुट्टी ले लो. पिताजी तो चाहते थे जाए, लेकिन दादाजी बहुत एंटी थे. तो मैं ऐसे ही बोल दिया कि 1 महीने की छुट्टी है, मैं कहीं नहीं जाता हूँ, मैं माउंट आबू घूम के आऊँ. बोला भले जाओ, देख के आओ, घूम के आओ. और मैं 71 में मधुबन आया, 1 महीना सेवा किया. दीदियों की नज़र पड़ गई, दादियों की, और उन्होंने पसंद कर लिया और मेरी दिल लग गई. फिर गया स्कूल पढ़ने के लिए 1 साल के लिए, लेकिन वहाँ दिल नहीं लगी. और 72 में फिर मैं मधुबन आ गया, पत्र लेकर के, पिताजी की छुट्टी लेके. और 72 से लेकर के अभी तक मधुबन में हूँ, सेवा कर रहा हूँ. അങ്ങനെ 1969 ബ്രഹ്മ ബാബ സമ്പൂർണ്ണമായി. അപ്പോൾ എല്ലായിടത്തും ലഹളി. ഇനിയിപ്പോൾ ആകെ ഒരു വിപ്ലവം പോലെ ബാബ പോയി, എങ്ങനെ മുരളി വരും, പിന്നെ എവിടെ നിന്ന് മുരളി വരും. അപ്പോൾ ബായ് സാഹിബിൻ്റെ മുത്തച്ഛൻ സമാധാനമായി, ഓ ഇവരുടെ ബാബ പോയി, ഈ കാര്യങ്ങളൊക്കെ ശാന്തമായി, അദ്ദേഹം തണുപ്പായി, സമാധാനമായി. അപ്പം അദ്ദേഹം 9ാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളൂ. 71 അദ്ദേഹം അവരുടെ സിസ്റ്റർ മധുബൻ്റെ സറണ്ടർ ആണല്ലോ, വിളിച്ചു, നീ വരുന്നോ, സ്കൂൾ ചുട്ടിയല്ലേ, മെയ് മാസം അല്ലേ, 1 മാസം വന്ന് മൗണ്ട് ആബൊക്കെ ചുറ്റിക്കറങ്ങി കണ്ടിട്ട് തിരിച്ചു പൊക്കോ എന്ന് പറഞ്ഞു. അങ്ങനെ മുത്തച്ഛനോട് ചോദിച്ചു. അച്ഛന് ഇഷ്ടമാണ് മകൻ പോകണമെന്ന്, പക്ഷെ മുത്തച്ഛന് അത്ര പേടിയാണ്, അതുകൊണ്ട് ചോദിക്കാൻ ധൈര്യമില്ലായിരുന്നു. അങ്ങനെ മുത്തച്ഛനോട് ചോദിച്ചപ്പോൾ നീ പോയിക്കോ, പോയി ചുറ്റിക്കറങ്ങിയൊക്കെ വാന്ന് പറഞ്ഞു. അങ്ങനെ മെയ് മാസത്തിൽ 1971 മെയ് മാസം സ്കൂളിലെ 9ാം ക്ലാസ്സിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ മധുബൻ ചുറ്റിക്കാണാൻ വന്നു. മൗണ്ട് ആബു എല്ലാം ചുറ്റിക്കണ്ടു, വളരെയധികം ഇഷ്ടപ്പെട്ടു. ദാദിമാരുടെ ദൃഷ്ടി പതിഞ്ഞു. ദാദിമാർ ഒരുപാട് ഇഷ്ടപ്പെട്ടു രാജുഭായിനെ. രാജുഭായിയുടെ മനസ്സാണെങ്കിലോ അതിലും അത്ര സമർപ്പണമായിപ്പോയി അവിടെ. പക്ഷെ 9ാം ക്ലാസ്സല്ലേ ആയിട്ടുള്ളൂ. തിരിച്ച് ഗ്രാമത്തിലേക്ക് അയച്ചു. 1 വർഷം പഠിച്ചു, 10ാം ക്ലാസ് പൂർത്തിയായി. 72 തിരിച്ച് അച്ഛൻ്റെ പെർമിഷൻ ലെറ്ററുമായി വന്നു. മധുബനത്തിൽ സറണ്ടറായി. അന്ന് മുതൽ ഇന്ന് വരെ മധുബനത്തിലുണ്ട്. उसके बाद पेपर तो आए, घर के लौकिक के बहुत आए, क्योंकि माँ ने शरीर छोड़ा, कई बातें हुई. फिर पिताजी को समर्पित कराया, चाचा जी को समर्पित करा दिया. मधुबन में सब आ गए. और कुलदीपक बाबा है, घर में बैठा है, अभी भी है. वो हमारा घर चलाता है, पाठशाला चलती है. खेती से जो निकलता है वो गांव वाले जो ज्ञान में है वो सब यज्ञ में भेज देते हैं, और हम बाबा की सेवा करते हैं. बाबा हमारे घर की सेवा करता है. അതിനുശേഷം ഒരുപാട് പരീക്ഷകൾ വന്നു. അമ്മ മരിച്ചുപോയി. പിന്നെ അച്ഛനെ സമർപ്പണാക്കി, അച്ഛൻ്റെ അനുജനെ സമർപ്പണാക്കി. ഇപ്പോഴും ആ ഗ്രാമത്തിൽ ആ വീട്ടിൽ ക്ലാസ്, അവിടെ വീട് നടക്കുന്നുണ്ട്, അവിടെ സേവനം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഇഷ്ടം പോലെ ആളുകൾ തയ്യാറാക്കി മധുബനത്തേക്ക് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരൊക്കെ മധുബനത്തിൽ സറണ്ടറായി. അങ്ങനെ ബാബയുടെ സേവനം നടന്നുകൊണ്ടിരിക്കുന്നു. कोर्स नहीं किया अभी तक भी हमने, 7 days कोर्स नहीं किया, अभी भी नहीं किया. ഞാൻ ഇതുവരെ കോഴ്സ് എടുത്തിട്ടില്ല. 7 days കോഴ്സ് ഇന്നും ചെയ്തിട്ടില്ല. बाबा ही पढ़ा रहा है डायरेक्ट, तो कोर्स क्या करूं. ബാബ തന്നെ നേരിട്ട് പരിപാലിക്കുമ്പോൾ ഇനി എന്ത് കോഴ്സ് ചെയ്യാൻ. भगवान के घर में पढ़ रहे हैं, पढ़ा रहे हैं, सब कुछ बाबा ने सिखा दिया. ഭഗവാന്റെ വീട്ടിൽ പഠിക്കുന്നു, പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, എല്ലാം ഭഗവാൻ പഠിപ്പിച്ചു.
और जितना भगवान ने पढ़ाया है ना, जितना पढ़ाया है कराची से लेके अभी तक, वो सब मेरे पास है, उसका धनी मैं ही हूँ। പക്ഷെ ഭഗവാൻ പഠിപ്പിച്ചല്ലോ, കറാച്ചി മുതൽ ഇന്ന് വരെ എന്തെല്ലാം ബാബ പഠിപ്പിച്ചിട്ടുണ്ടോ അതെല്ലാം എൻ്റെ കയ്യിലുണ്ട്. जो भेजना चाहूँ भेजता हूँ, जो सेंटर पर भेजना चाहूँ भेजता हूँ. कोई कहता नहीं मुझे क्या भेजना है, बाबा ही कहता है वो भेजता हूँ बस. എന്താണോ ബാബ അയക്കാൻ പറയുന്നത് അതാണ് നിങ്ങൾക്ക് ഇപ്പോഴും അയച്ചുകൊണ്ടേയിരിക്കുന്നത്. എന്തൊക്കെ ആഗ്രഹിക്കുന്നുണ്ടോ അയക്കാൻ, ബാബ പറയുന്നു അയക്കാൻ, അത് നിങ്ങൾക്ക് അയച്ചുകൊണ്ടിരിക്കും. मैं बाबा को कहता हूँ, बाबा 14 लाख बच्चे जो है ना देश विदेश में, वो आपके हैं, मेरे नहीं हैं. आपको जो पढ़ाना है वो मुझे बता दो, मैं भेज दूंगा. ബാബോട് പറയത്രേ, 14 ലക്ഷം കുട്ടികളുണ്ടല്ലോ അങ്ങയുടെ ദേശവിദേശത്തായിട്ട്, എല്ലാവർക്കും അങ്ങ് എന്താണോ പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് അത് എന്നോട് പറയൂ, ഞാനത് അയച്ചു കൊടുക്കാം എന്ന് പറയാ ചെയ്യാം. तो हमारी हाथ है, बाकी कराने वाला तो बाबा है. एक बहुत अच्छा अनुभव होता है जब कंप्यूटर लेता हूँ ना. कंप्यूटर सीखा नहीं है, भगवान ने सिखाया, घर में सीखा, मधुबन में सीखा. कोई भी टॉपिक पर पॉइंट निकालनी है, अभिव्यक्ति सारे निकालने हैं, सब बाबा ऐसे बटन दबाता आ जाता है, सब कंप्यूटर पर आ जाता है, बना के भेज देता हूँ. और अनुभव करता हूँ बैक में पीछे खड़ा है, वो खड़ा है. बैकबोन हमारा बाबा है, करण करावनहार वो है. हम कहाँ पढ़े लिखे हैं, हम कौन से कॉलेज देखा, यूनिवर्सिटी देखा, लेकिन किसी यूनिवर्सिटी में भाषण करने को मिलता है और जब वाइस चांसलर बैठे होते हैं और वाइस चांसलर के जब माइक मेरे आगे आता है तो मैं बाबा कहता शुक्रिया बाबा, मैंने यूनिवर्सिटी नहीं देखी लेकिन वाइस चांसलर्स को पढ़ाने वाला मुझे आपने बना दिया. ഇപ്പോഴും ഉണ്ടല്ലോ കാര്യങ്ങളൊക്കെ അയക്കാം. കമ്പ്യൂട്ടർ ഞാൻ പഠിച്ചിട്ടില്ല, മധുബനെന്ന് പഠിച്ചത് മാത്രമാണ്. കമ്പ്യൂട്ടറിൽ നമുക്ക് എന്തെങ്കിലും ടോപ്പിക്കിൽ കാര്യങ്ങൾ തയ്യാറാക്കേണ്ടി വരുമ്പോൾ വിരലമരല മാത്രമാണ് കാര്യങ്ങൾ വരുത്തുന്നതൊക്കെ ബാബയാണ്. ഫീൽ ചെയ്യും, ബാക്കിൽ ബാബ നിന്നുകൊണ്ട് ബാക്ക് ബോൺ ആയിക്കൊണ്ട് എല്ലാം എന്നോട് ചെയ്യിപ്പിക്കുകയാണ്. യൂണിവേഴ്സിറ്റികളിലൊക്കെ ക്ലാസ് എടുക്കാൻ പോവും, ഒരിക്കലും ഒരു യൂണിവേഴ്സിറ്റിയോ കോളേജോ എന്താണെന്ന് കണ്ടിട്ടില്ല. ബാബോട് പറയും, മുന്നിലിരിക്കുന്ന ചാൻസലർമാരും വൈസ് ചാൻസലർമാരാണ്, അവർക്ക് ക്ലാസ് എടുക്കണം. പക്ഷെ ക്ലാസ് എടുക്കുന്നതും ചെയ്യിപ്പിക്കുന്നതൊക്കെ ബാബയാണ്. എൻ്റെ ബാക്കിൽ ബാബ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. എന്ത് ബാബയ്ക്ക് വേണോ ബാബയ്ക്കുള്ള ഇൻസ്ട്രുമെൻ്റ് മാത്രം ഞാൻ. चाहे 10,000 की सभा हो, चाहे 20,000 की सभा हो, बाबा बोलने वाला. हम कौन होते हैं? बाबा को समर्पित करो, बाबा को बोलो जो बोलना है बोलो. अब इनको जो क्लास कराना है कराओ, मेरे को क्या सोचना है, तू बैठा है ना पीछे, तो बाबा कराता है. हम लोग खेल हैं, खिलौना है. 20,000 പേർക്കായിരിക്കാം, 14,000 പേർക്കായിരിക്കാം, ആർക്കാണെങ്കിലും നിങ്ങൾക്ക് ക്ലാസ് എടുക്കുകയാണെങ്കിലും എന്താണോ ബാബയുടെ ഇൻസ്ട്രുമെൻ്റ് ആയിട്ടിരിക്കും. ബാബ അങ്ങക്ക് എന്താ പറയാനുള്ള വെച്ചാൽ പറഞ്ഞോളൂ പറയും. ബാബയുണ്ടല്ലോ എല്ലാം നിറച്ചുകൊണ്ട് ബാക്കിൽ. ഇത് ഞാൻ ബാബയുടെ ടൂള് മാത്രം, എന്നിലൂടെ ബാബ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. खेल चल रहा है संगम पर. अभी क्या प्रश्न नहीं है क्या? और प्रश्न है ഒരു बाबा बहुत बार कहता था ना 1 लाख बच्चे इकट्ठा होंगे, लास्ट में अंतिम समय में 1 लाख ब्राह्मण इकट्ठा होंगे ऐसे कहा. तो बाबा दूसरे किसी शरीर में आने की चांस है कि नहीं? बाबा को रथ लेना होता तो ले लेता. बाबा के 2 ही रथ फिक्स थे और 2 ही नंदी हर मंदिर में दिखाए गए हैं. एक ब्रह्मा बाबा नंदी था, एक गुलजार दादी वो सफ़ेद नंदी है बहन के रूप में. बाबा के 2 रथ ही प्रसिद्ध हैं और बाबा अभी तीसरा रथ नहीं लेगा. लेकिन जब बच्चों की भीड़ लगेगी तो बच्चों के द्वारा उनको अच्छे अनुभव करा देगा. प्रवेश नहीं करेगा, कोई मुरली नहीं चलाएगा, लेकिन जिनकी अच्छी स्थिति होगी बच्चों की, उनके द्वारा बाबा उनको साक्षात्कार कराएगा, अनुभव कराएगा. तो भले 1 लाख की सभा हो, 10 लाख की सभा हो, लेकिन अनुभव होगा कि बाबा से मैं मिला. बाबा उनको अपनी हाजिरी अनुभव कराएगा, लेकिन कोई स्पेशल रथ लेकर के फिर से मुरली नहीं सुनाएगा. उसका पार्ट ऐसा नहीं है. 2 रथ थे और बाबा भी अव्यक्त वतन से. मैं एक अनुभव करता हूँ, जब स्टूडेंट की पढ़ाई पूरी हो जाती है, पेपर का समय होता है, तो टीचर बैक चला जाता पीछे, वो सामने नहीं आता है. स्टूडेंट को कहता है तुमने जो पढ़ाई की है उसका पेपर दो.
अभी ये पेपर का समय है और हमारा टीचर पीछे से देख रहा है इन बच्चों ने कितना पढ़ा है, कितना इनके पास शक्ति है, कैसे परिस्थितियों का सामना करते हैं। वो देख रहा है साक्षी होकर के, गाइड करता है सूक्ष्म रीति से, लेकिन साकार में नहीं आएगा, सामने नहीं आएगा, बैक से मदद करेगा। ये हमको अनुभव होता है। ബാബയ്ക്ക് 2 രഥമാണ് നിശ്ചിതം. ഒന്ന് വലിയ നന്ദിയും ഒരു ചെറിയ നന്ദിയും കാണിക്കുന്നുണ്ടല്ലോ. ഒന്ന് ബ്രഹ്മാബാബയും ഒന്ന് ചെറിയ ഗുൽസാർ ദാദിയാണ്. ചെറിയ നന്ദി വേറെ സാകാര രഥം ബാബ എടുക്കില്ല. പക്ഷേ 1,00,000 പേരോ 10,00,000 പേരോ എത്ര പേരൊന്നിച്ചാലും ആരുടെ സ്ഥിതിയാണോ അത്രയും ഉയർന്ന കുട്ടികൾ അവരിലൂടെ ബാബയുടെ അനുഭവം ചെയ്തതായിട്ട് മറ്റുള്ളവർ ഫീൽ ചെയ്യും. അല്ലാതെ ബാബ ഒരിക്കലും സാകാരത്തിൽ ഇതുവരെ വന്നതുപോലെ വരില്ല. ബാബ പറയുക, ബൈസ പറയാണ്, സാകാര രഥം 2 രഥം മാത്രമേ ഉള്ളൂ. ഒന്ന് ഗുൽസാർ ദാദിയും ഒന്ന് ബ്രഹ്മാബാബിയും. എങ്ങനെയാണോ പരീക്ഷ കാലഘട്ടത്തിൽ പഠിപ്പിച്ചതിന് ശേഷം പരീക്ഷ വരുമ്പോൾ കുട്ടികളോട് ടീച്ചർമാർ പറയും, ഇനി നിങ്ങൾ പോയി പരീക്ഷ എഴുതി പാസ്സായി വാ, ടീച്ചർ ഒരിക്കലും ഒപ്പം ഉണ്ടാവില്ലല്ലോ. അതുപോലെ ഇപ്പോൾ നമ്മുടെ പരീക്ഷയുടെ കാലഘട്ടമാണ്. നമ്മൾ ഓരോരുത്തരും എത്ര തപസ് ചെയ്തു, എത്ര പഠിച്ചു, എങ്ങനെ ഫേസ് ചെയ്യുന്നു, എങ്ങനെ പരിതസ്ഥിതികളെ ഹാൻഡിൽ ചെയ്യുന്നു, ഇത് ബാബ ബാക്കിൽ നിന്നുകൊണ്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് ശക്തി തന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാതെ സാകാരത്തിൽ ഇതുപോലെ മുരളി പറയുക, ക്ലാസ് എടുക്കുക, ആ ഒരു സെഷൻ ഇനി ഒരിക്കലും രണ്ടാമത് ഉണ്ടാവില്ല. ഓ ये मुरली जो है 63 से 69 तक वो डेट वाइज रिपीट हो रहा है या इधर उधर उसको थोड़ा मिक्स करके मुरली रिपीटेशन आ लगे, वही पूछ। ऐसा है कि सन बदलता है, डेट बदलती है, मास नहीं बदलता है। लक्ष्य यही रखता हूँ कि अगर शिवरात्रि के दिनों में मैं दिसंबर की मुरली रिवाइज कर दूंगा तो हो सकता है शिवरात्रि के दिन बाबा बोल दे आज दिवाली है। इसलिए मास नहीं बदलता हूँ, लगभग डेट बदलती है। अब गुरुवार है, गुरुवार के दिन गुरुवार की मुरली चलनी चाहिए, शिवरात्रि है शिवरात्रि की मुरली होनी चाहिए, दिवाली है दिवाली की मुरली होनी चाहिए। अगर बाबा कहे आज दिवाली और होली हो तो अच्छा लगेगा, तो इसलिए वो ध्यान मुझे रखना पड़ता है। बाकी 5 साल की मुरलियाँ हमारे पास जो स्टैंडर्ड हैं, बाबा अव्यक्त होने के बाद बाबा ने कहा बच्चे जो तुम्हारे पास खजाना है उसको रिवाइज करो। तो वो 5 साल की साकार मुरलियाँ हैं और 48 साल की अव्यक्त मुरलियाँ हैं, वो सब रिवाइज होती हैं और वो रिवाइज करने की भेजने की सेवा बाबा ने मुझे दी है। ശരിക്കും മുരളി വരുമ്പോൾ ഇപ്പോൾ ദിവാലി ദിവസം ആ സമയം ശിവരാത്രി ദിവസം ദിവാലിയുടെ മുരളി വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് മാസം നമ്മളങ്ങനെ പോകുമ്പോഴും ഏത് ഉത്സവമാണോ, ഏത് ദിവസം ഗുരുവാറാണ്, വ്യാഴാഴ്ചയാണെന്ന് വെച്ചാൽ വ്യാഴാഴ്ചയുടെ മുരളി, ദിവാലിക്കാണെങ്കിൽ ദിവാലിയുടെ മുരളി, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഭായിസാബാണ് ശ്രദ്ധിക്കേണ്ടത്. അതിൻ്റെ ഉത്തരവാദിത്തം ഭായിസാബിനാണല്ലോ. ആ കാര്യത്തിലാണ് ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. സാകാര മുരളി 5 വർഷത്തെയും 48 വർഷത്തെ അവ്യക്ത മുരളി ഇതെല്ലാതും ഡിവൈസ് ചെയ്യാൻ കൊടുക്കാനുള്ള ഉത്തരവാദിത്തം ഭായിസാബിനാണ്. അപ്പോൾ അത് ഏതാണോ സമയം, ഡേറ്റ്, സാഹചര്യം, സന്ദർഭം അനുസരിച്ച് റിവിഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. उसमें ध्यान ये रहता है कि बहुत बड़ा परिवार है। पहले क्या होता था कि जब मधुबन में मुरली सुनते थे उसके बाद टाइप करते थे, उसके बाद प्रिंट होती थी, उसके बाद पोस्ट होती थी और वो मुरली 2-3 मास के बाद सेंटर को पहुंचती थी। तो एक दिन दादी जानकी और बड़ी दादी प्रकाशमय दादी बैठे थे, अचानक मैं उनके सामने चला गया। तो जानकी दादी ऐसे मेरे को देख के कहती है, दादी ये जो है ना, ये भाई ऐसे बोलती है, ये मुझे बासी खाना खिलाता है, बासी खाना खिलाता है। तो मैंने दादी बोला, दादी मैं खाना नहीं बनाता हूँ, मैं नहीं बनाता हूँ। तो कहती मुझे पता है तुम नहीं बनाता है, लेकिन ये जो मुरली भेजता है ये भी तो भोजन है ना आत्मा का, वो बासी खिलाता है। 3 महीने के बाद लंदन वाले पढ़ते हैं। तो बड़ी दादी कहती क्या करे दादी, जब छपेगी पोस्ट होगी टाइम तो लगता है ना। कहती वो मैं नहीं जानती, जो मधुबन वाले सुनते हैं, जब मधुबन में सुनते हैं उसी दिन मुझे लंदन में मिलनी चाहिए, नहीं तो बासी भोजन हम नहीं खाएंगे। तो
दादी मेरी तरफ देखने लगी, क्या करना है? दादी आप जो कहो करेंगे, करने के लिए तो बैठे हैं। बोला कुछ करो, सोचो। फिर मेरे पास मुरलियाँ तो थी, रिवाइज ही कर रहे थे, तो मैं 3 महीने पहले सारी मुरलियाँ तैयार करता हूँ। वरदान, स्लोगन, प्रश्न उत्तर, ये जो भी हमारी एडिशन है, ये मुरली तो ओम शांति से नमस्ते तक की है। ऊपर नीचे दादियों ने एडिशन कराई। कोई कम समय है, कोई थोड़ा सुनता है, तो उसको कुछ पता चले मुरली क्या है। तो इसलिए ऊपर की नीचे की सब तैयारी मैं 3 महीने पहले करता हूँ। और फिर ड्रामा ने, साइंस ने सुख दिया, साधन दिए। पहले फैक्स मशीन आई, फोटोकॉपी आई, उसके बाद कंप्यूटर आया, उसके बाद ईमेल आया, और जितना ज़रूरी है उतना सीखा हूँ। बाकी कुछ नहीं आता है, लेकिन जितना बाबा के कार्य के लिए ज़रूरी हो सब कुछ बाबा ने सिखाया है। किसी पर डिपेंड नहीं हूँ, साथी हैं, मदद करते हैं, लेकिन पहला काम मेरा है, वो मैं तैयार करता हूँ। अभी मेरे पास अगस्त की मुरलियाँ करेक्शन हो रही हैं। कोई भी बात होती मैं पढ़ता हूँ, सेट करता हूँ, वरदान देता हूँ, और वो छपती हैं। 20 भाषाओं में इंटरनेट पर मुरली है। भाषा में, लिखत में भी है, आवाज़ में भी है, शायद मलयालम में भी होगी, तेलुगु में भी है, कन्नड़ा में भी है, और भारत की 5-7 भाषाएं हैं, लेकिन विदेश की सभी भाषाओं में, करीब 20 भाषाओं में जो भी मुरलियां हैं, उसमें पहला काम मेरा है, फर्स्ट शुरुआत मुझे करनी है। फिर तैयार करके सबको भेज देता हूँ, वो ट्रांसलेशन कर लेते हैं, और ट्रांसलेशन के बाद इंटरनेट पर रख देते हैं। मधुबन में प्रिंट हो जाती है, फिर पोस्ट हो जाती है। तो चाहे मधुबन, चाहे वो चिल्ली में बैठा हुआ कोने में, चाहे किसी गांव में बैठा हुआ, रोज का रोज उसको ताज़ा भोजन मिलता है। പണ്ട് മുരളി എങ്ങനെയാന്ന് വെച്ചാൽ മുരളി ബൈസബ് ടൈപ്പ് ചെയ്യും, പ്രിൻ്റ് ചെയ്യും. മധുബനിൽ വായിച്ചതിന് ശേഷം അത് ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് അത് പോസ്റ്റാക്കി 3 മാസം കഴിയുമ്പോഴാണ് സെൻറ്ററുകളിലൊക്കെ എത്തുക. അപ്പോൾ ഒരു പ്രാവശ്യം ജാനകി ദാദിയും അതുപോലെ പ്രകാശ് മണി ദാദിയും ഇത് സംസാരിക്കുന്ന സമയത്ത് ബൈസാബ് അടുത്ത് ചെന്നു. അപ്പോൾ ദാദി പറഞ്ഞു, ദാദി, ജാനകി ദാദി പ്രകാശ് മണി ദാദിയോട് പറഞ്ഞു, ദാദി ഇവനുണ്ടല്ലോ എനിക്കൊന്നും പഴയ ആഹാരമാണ് തരുന്നത് എന്ന്. അപ്പോൾ ബൈസാബ് പറഞ്ഞു, പഴയ ആഹാരം ഞാനെന്ത് ചെയ്യും, ഞാനല്ലല്ലോ ആഹാരം ഉണ്ടാക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, മുരളി ആത്മാവിൻ്റെ ആഹാരമാണല്ലോ, ഇവിടെ വായിച്ച് 3 മാസം കഴിഞ്ഞിട്ടാണ് ഞങ്ങൾക്ക് കിട്ടുന്നത്, എനിക്ക് പഴയ ആഹാരം വേണ്ട, പുതിയ ആഹാരമാണെങ്കിൽ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞു. അപ്പോൾ പ്രകാശ് മണി ദാദി പറഞ്ഞു, എന്ത് ചെയ്യും ജാനകി, ഇത് മുരളി ടൈപ്പ് ചെയ്ത് പ്രിൻ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് എത്തുമ്പോഴേക്ക് ഇത്ര സമയമാവും, ഇതിന് രാജുഭായി എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. അതൊന്നും എനിക്കറിയില്ല, പഴയ ആഹാരം എനിക്ക് വേണ്ട, ഫ്രഷ് ആഹാരമാണെങ്കിൽ മതി, അതേ എനിക്കേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ദാദി പറഞ്ഞു, രാജുഭായിയോട് നീ പോയി ചിന്തിക്ക്, എന്തെങ്കിലും സിസ്റ്റം നമുക്ക് അറേഞ്ച് ചെയ്യണം എല്ലാവർക്കും പുതിയത് എത്തിക്കാൻ. അന്ന് മുതൽ 3 മാസം മുന്നുള്ള മുരളി എന്നെ പ്രിപ്പയർ ചെയ്ത് അതിനെ ടൈപ്പ് ചെയ്ത്, അപ്പോൾ പല പല സൗകര്യങ്ങളും വന്നു. ആദ്യം ഫാക്സ് മെഷീൻ വന്നു, പിന്നെ ഫോട്ടോകോപ്പി മെഷീൻ വന്നു, പിന്നെ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ വന്നു, ഇൻ്റർനെറ്റ് വന്നു, ഇമെയിൽ വന്നു, എല്ലാ സൗകര്യങ്ങളുമായി. ഇന്ന് 200 ഭാഷയിൽ നമ്മുടെ മുരളി ഒരേ 200 അല്ലേ, 20 ഭാഷയിൽ, അതിൽ മലയാളം ഉണ്ടാവും, തമിഴും ഉണ്ടാവും, കന്നഡയും ഉണ്ടാവും, വിദേശ ഭാഷകളും ഉണ്ടാവും, എല്ലാം ചേർത്ത് ഒരേ സമയം മലയാളം കേൾക്കാനും പറ്റും, പ്രിൻ്റ് ചെയ്യാനും സാധിക്കും. ഞാൻ മാത്രമല്ല ചെയ്യുന്നത്, എന്നെ സഹായിക്കാൻ കുറേ ആളുകളുണ്ട്. അത് ഓഗസ്റ്റ് മാസത്തെ മുരളി ഇപ്പോഴേ അതിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ കയ്യിൽ ആ മുരളി അവിടെ പ്രിൻ്റ് ചെയ്ത് അതിനെ ടൈപ്പ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് നമുക്ക് എല്ലാവർക്കും ഓരോ ഗ്രാമങ്ങളിലും തോറും ബാബയുടെ മുരളി അതാത് സമയം, ഫ്രഷ് സമയം, ഒരേ മധുബനിൽ വായിക്കുന്ന ഏത് മുരളിയാണോ അത് എല്ലായിടത്തും വായിക്കാനായിട്ട് എത്തിക്കാനുള്ള എല്ലാ സൗകര്യം ചെയ്തിട്ടുണ്ട്. ബാബയ്ക്ക് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ അത് ഈ എല്ലാ കാര്യങ്ങളും ഞാൻ ആരും ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, സ്വയം തന്നെ പഠിച്ചിരിക്കുകയാണ്. ആദ്യത്തെ മുരളി എവിടെ എന്ത് വേണമെന്ന് സെലക്ട് ചെയ്യാനുള്ള ആ ഭാഗ്യം കൊടുത്തിരിക്കുന്നത് ബൈസാബിനാണ്. അങ്ങനെ ഇന്നും എല്ലാ മുരളികൾക്കും ആധാരമായി ആദ്യത്തെ സെലക്ഷൻ ബൈസാബ് ചെയ്യും. പിന്നെ എല്ലാവരും കൂടി ചേർന്ന് നമുക്ക് അതാ ദിവസങ്ങൾ വായിക്കാനുള്ള മുരളി അഡ്വാൻസ് ആയി തന്നെ നമ്മുടെയൊക്കെ സെൻറ്ററുകളിൽ പോസ്റ്റിൽ എത്തിച്ചേരും. ഇമെയിലിലും അതുപോലെ കമ്പ്യൂട്ടറിലും മൊബൈലിലും മുരളി എത്തിച്ചേരും. आपको एक और बात सुनाता हूँ. जब दादी ने बात कही ना, तो मैं बाबा की याद में बैठा बाबा के पास. बाबा कुछ कराना चाहिए. तो जब बाबा आने लगे ना, डायरेक्ट आते थे,
कितनी भी बाबा की स्पीड हो बोलने की, मैंने साथ साथ टाइप करना शुरू कर दिया। साथ साथ बाबा वहाँ बोलते थे, मैं ऑफिस में बैठा, क्योंकि टाइप में आवाज़ बहुत होती, कट 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 कट, तो हम सामने तो नहीं बैठ सकते। कंप्यूटर आया तो सामने बैठना शुरू किया, क्योंकि उसमें आवाज़ नहीं होती। लेकिन पहले से मैंने जब ये बात कही तो प्रैक्टिस किया। बाबा ओम शांति भवन में बैठा है, बाबा मेडिटेशन हॉल में बैठा है, और मैं अपने ऑफिस में हेडफोन लगा के बैठा हूँ। वो वहाँ बोल रहा है, यहाँ टाइप हो रहा है, और बाबा बैठा है और मेरी मुरली छप करके बाबा के हाथ में चली गई कि बाबा मैंने मुरली तैयार कर दी। तो ये सेवा दिया, फिर और प्रैक्टिस किया। लोग बोलते हैं आपकी टाइप की प्रैक्टिस कितनी है? हिंदी की, हिंदी टाइपिंग है ना। तो मैं कहता हूँ जितनी बाबा के बोलने की स्पीड है उतनी मेरी टाइप की स्पीड है। मैं गिनती नहीं करता, चाहे वो कितनी भी स्पीड में बोले, मैं एक शब्द नहीं छोड़ता हूँ। एकाग्रता इतनी होती है, कुछ नहीं देखता हूँ मैं कहाँ क्या हो रहा है। मैं और मेरा बाबा, सामने बाबा है, उंगलियाँ काम कर रही हैं और कोई संकल्प नहीं है। बाबा को देख रहा हूँ, क्या बोला, कान में आया, टाइप हो गया। മുരളിയുണ്ടല്ലോ, ഇപ്പോഴാണ് മുന്നിൽ കമ്പ്യൂട്ടർ വന്നപ്പോഴാണ് ബാബ വരുമ്പോൾ മുന്നിലിരുന്ന് മുരളി ടൈപ്പ് ചെയ്യുന്നത്. ആദ്യയിൽ ടൈപ്പ് റൈറ്റിംഗ് മെഷീനിലാണ് മുരളി ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്നിരുന്നത്. അപ്പോൾ ബാബ വന്ന സമയത്ത് ഒരിക്കലും മുന്നിലിരിക്കാൻ പറ്റില്ല, കാരണം ടൈപ്പ് റൈറ്റിംഗ് മെഷീനിൻ്റെ കടകട ശബ്ദം ഉണ്ടാവുമല്ലോ. അപ്പോൾ എൻ്റെ ഓഫീസിൽ ഞാനിരിക്കും, ബാബ അവിടെ ഓം ശാന്തി ഭവനിലാണെങ്കിലും പാണ്ഡവ ഭവനിലാണെങ്കിലും വരും, ഓഫീസിൽ ചെവിയിൽ ഇത് വെച്ചുകൊണ്ട് കേട്ടുകൊണ്ടിരിക്കും. മുരളി എവിടെ എന്ത് ബാബ പറയുന്നോ ഒരു ശബ്ദം പോലും വിടാതെ, ഒരു വാക്ക് പോലും വിടാതെ ഞാൻ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഒരു പ്രാവശ്യം ഒരാൾ ചോദിച്ചു, എത്രേ നിൻ്റെ മുരളി ടൈപ്പിങ്ങിൻ്റെ സ്പീഡ് എത്രയാണെന്ന്. ഹിന്ദിയിൽ ടൈപ്പിംഗ് ചെയ്യണമല്ലോ. അപ്പോൾ പറഞ്ഞു, ബാബ എത്ര സ്പീഡിൽ മുരളി പറയോ അത്ര സ്പീഡാണ് എൻ്റെ ടൈപ്പിംഗ്. ബാബ അവിടെ പറയും, അത്രയും ഏകാഗ്രമായിരിക്കും, ബാബയെ കണ്ടുകൊണ്ടിരിക്കും, ശബ്ദം ചെവിയിൽ വീണുകൊണ്ടിരിക്കും, കൈകൊണ്ട് ഓരോ വാക്കുകളും ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. ബാബ മുരളി പറഞ്ഞു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും ഈ മുരളി മുഴുവൻ ടൈപ്പ് ചെയ്തിട്ട് ബാബ അവ്യക്താവും. ബാബ പോണേക്കാൾ മുന്നേ തന്നെ മുരളി കൊണ്ടുകൊടുക്കും, ബാബ ഇതാ ബാബ പറഞ്ഞ മുരളി ടൈപ്പ് ചെയ്തു. അങ്ങനെ ബാബയുടെ മുരളി ടൈപ്പ് ചെയ്യാനുള്ള സേവനം എനിക്ക് കിട്ടി. और इसके साथ साथ फिर दादियों की क्लास भी डायरेक्ट टाइप करना शुरू किया। दादी जान की रोज़ क्लास कराती थी और जंप थी उनकी क्लासेज के अंदर, अभी अभी कुछ बोल रही, अभी अभी कुछ बोले, अभी अभी कुछ बोले। लेकिन मेरे हाथ में अगर आ गया और मैं टाइप करता हूँ साथ साथ, तो वो क्या बोलना चाहती हूँ कैच किया और वही टाइप कर दिया। दादी का क्लास पूरा हुआ और क्लास सारे सेंटर्स पर चला गया। तो दादियों की क्लासेज भी हमने डायरेक्ट टाइप करना शुरू कर दिया। तो बाबा का वरदान है, मैं कुछ नहीं करता, मेरी को कहाँ आता था, लेकिन कराने वाला बाबा है, कराता है। और हाँ जी करता हूँ, जो कुछ बड़ों ने कहा कभी ना नहीं किया, इसलिए बाबा ने आज यहाँ तक पहुँचा दिया। മുരളി അതുപോലെ തന്നെ അതിനുശേഷം ദാദിമാരുടെ ക്ലാസ്സുകൾ, ഞാൻ ദാദിമാർ ക്ലാസ് എടുക്കുമ്പോൾ തത്സമയം ടൈപ്പ് ചെയ്യാൻ തുടങ്ങി. ദാദിമാർ ക്ലാസ് തീർന്നതും അപ്പം തന്നെ എല്ലായിടത്തേക്കും ദാദിമാരുടെ ക്ലാസ് എത്തും. അതിൽ ജാനി ദാദിയുടെ ക്ലാസ്സിൻ്റെ വിശേഷത, ഒരു സമയത്ത് ഒരു പോയിന്റ് പറഞ്ഞുകൊണ്ടിരിക്കും, അടുത്ത സമയം വേറെ പോയിന്റ് പറയും, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. പക്ഷെ എന്ത് സ്പീഡിൽ എത്ര ടോപ്പിക്ക് മാറിയാലും അതൊക്കെ ഒരേ സമയം ടൈപ്പ് ചെയ്തെടുത്ത് എല്ലായിടത്തേക്കും ദാദിമാരുടെ ക്ലാസ്സുകൾ എത്തിക്കാൻ തുടങ്ങും. അങ്ങനെ അത് ബാബയുടെ വരദാനാണ്. ബാബ എന്നോട് ചെയ്യാൻ പറഞ്ഞു, ഞാനത് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും വലിയവർ എന്ത് പറയുന്നോ അതിനെ നാ എന്ന് ഇന്നേ വരെ പറഞ്ഞിട്ടില്ല. അതിൻ്റെ ആ ഒരു അനുസരണ, ആജ്ഞാകാരിയായതിൻ്റെ ആ വരദാനാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇരിക്കുന്നത്. ओम शांति। अभी नमाज शाम का समय है, योग करेंगे ना सभी? 7 മണിയായി, സന്ധ്യാസമയം. ഇപ്പം എല്ലാവരും യോഗ ചെയ്യല്ലോ അല്ലേ? അച്ഛാ.